ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ആദ്യം തന്നെ മെഡിറ്റേഷൻ ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ നട്ടിൽ നിവർത്തിയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രാക്ഷൻസ് കഴിയുന്നതും കുറഞ്ഞ സ്ഥലത്തൊന്നും ഇരിക്കുക. റൂമിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ റൂം ലോക്ക് ചെയ്യുക. പിന്നെ ജനലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് തുറന്നു വെക്കുന്നത് നല്ലതാണ്, എയർ സർക്കുലേഷന് വേണ്ടിയിട്ടാണ്. ഇൻ കേസ് അത് പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല. നട്ടെല്ലാം നിവർത്തിയിരിക്കുക. നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടതെന്ന് മുദ്ര എന്ന് പറഞ്ഞ് ജ്ഞാനമുദ്രയാണ്. ജ്ഞാനമുദ്ര ഇതാണ്. ജ്ഞാനമുദ്ര പിടിച്ചിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക. ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസനിശ്വാസവും ശരീരം കൂടുതലായിരുന്നതായി സങ്കല്പിക്കുക. നിങ്ങളുടെ ശ്രദ്ധ തലയോട്ടിയുടെ മുകൾ ഭാഗത്തേക്ക് കൊണ്ടുവരിക. സാവധാനം ശ്രദ്ധ താഴേക്ക് നൽകുക. നിങ്ങളുടെ മുഴുവനായും ശ്രദ്ധിക്കുക. സാവധാനം കഴുത്തിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. അവിടെ ഏതൊരു അനുഭവമാണുള്ളത്? സാവധാനം നിങ്ങളുടെ ഹൃദയഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൈകളിലേക്ക് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വയറിലേക്ക് ശ്രദ്ധിക്കുക. ലൈംഗിക അവയവത്തിലേക്ക് ശ്രദ്ധിക്കുക. ഇരു കാലുകളിലെയും ശ്രദ്ധിക്കുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. എൻ്റെ മനസ്സും ശരീരവും ആത്മാവും പൂർണ്ണമായും ശാന്തമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷം ഏതാണ്? നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമായി സമയം ചിലവഴിച്ചതാണോ? അതോ എന്തെങ്കിലും സാമ്പത്തികമായ ഉയർച്ച നേടിയാണോ? എന്തും മനസ്സിൽ കൊണ്ടുവരിക. ആ ഒരു സന്തോഷത്തെ അനുഭവിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? നല്ലൊരു ജീവിതമാണോ? സന്തോഷപൂർണമായ ഒരു കുടുംബമാണോ? ബാങ്ക് അക്കൗണ്ടിലെ പണമാണോ? ജോലിയുടെ ഉയർച്ചയാണോ? അങ്ങനെ എന്തും അതിനെ മനസ്സിൽ കൊണ്ടുവരിക. നിങ്ങൾ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും സന്തോഷിക്കുക? നിങ്ങളുടെ മുഖത്ത്
ഒരു ഇളം പുഞ്ചിരി കൊണ്ടുവരാൻ ശ്രമിക്കുക. ചുറ്റുമുള്ളവരെല്ലാം നിങ്ങളെ അഭിനന്ദിക്കുകയും നിങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുന്നു. ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു വലിയ ലക്ഷ്യം ഈ നിമിഷത്തിൽ നിങ്ങൾ നേടിയിരിക്കുന്നു. എത്ര മനോഹരമായ ആ ഒരു ലക്ഷ്യം! ഈ നിമിഷത്തിൽ ഞാൻ ജീവിക്കുകയാണ്. അത് എൻ്റെ നല്ലൊരു ജീവിതമാവാം, സമ്പത്താവാം, ജോലിയുടെ ഉയർച്ചയോ വസ്തുക്കളോ എന്തുമാവട്ടെ, ഞാൻ അതിനെ അനുഭവിക്കുന്നു. ഞാൻ ആ അനുഭവത്തിലാണ് ജീവിക്കുന്നത്. എൻ്റെ ഓരോ ലക്ഷ്യങ്ങളും നേടിയെടുക്കുന്ന അഥവാ നേടിയെടുക്കാൻ സഹായിക്കുന്ന പ്രപഞ്ചശക്തിക്ക് ഞാൻ നന്ദി പറയുന്നു. നന്ദി, നന്ദി, നന്ദി. ഞാൻ ദൈവികമായ ശക്തിയുടെ ഭാഗമാണ്. എൻ്റെ ഹൃദയത്തിലും എൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും ദൈവികമായ ചൈതന്യമാണ് നിറഞ്ഞു നിൽക്കുന്നത്. നന്ദി, നന്ദി, നന്ദി. ആ ഒരു സന്തോഷത്തെ മുഖത്ത് കൊണ്ടുവന്ന് കൈകൾ പരസ്പരം ഉരസി കണ്ണുകളിലേക്ക് ആ ഒരു ഊർജം നൽകുക. ധ്യാനം അവസാനിപ്പിക്കുക. എങ്ങനെയുണ്ടായിരുന്നു മെഡിറ്റേഷൻ? വോയിസ് ഓൺ ആക്കിയിട്ട് പറഞ്ഞോളൂ. നന്നായിട്ട് സാറേ. ഓക്കെ. ഇടയ്ക്ക് ഒന്ന് സ്റ്റക്കായി പോയിട്ടുണ്ട് സാർ. വോയിസ് ഇത് നെറ്റ് ബ്രേക്ക് ആയോ? ബ്രേക്ക് ആയോ? ഓക്കെ, സോറി. ഞാൻ ഇവിടെ നല്ല മഴ പെയ്യാണ്. എന്തെങ്കിലും ബ്രേക്ക് ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി. ഇനി എന്തെങ്കിലും വേറെ എക്സ്പീരിയൻസ് ഉണ്ടായോ? ദേവദാസ് സാർ നമസ്കാരം. വോയിസ് ഇടയ്ക്ക് ലോ ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, വോയിസ് ലോ ആയിട്ടുണ്ടായിരുന്നു. ശരി, ഓക്കെ. രമേശ് സാർ, ഓക്കെ. നേരം നമ്മളെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. ഇനി നമ്മളെ ദേവദാസ് സാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇവിടെ കാണുന്ന ദേവദാസ് സാർ നമ്മളെ വെൽത്ത് മാർഷിൽ അറ്റൻഡ് ചെയ്താണ്. ഇപ്പം അച്ചാറിൻ്റെ ബിസിനസ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. നല്ല കണ്ണിമാങ്ങ അച്ചാറാണ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്താണ്? കടങ്ങളിൽ നിന്ന് സമ്പന്നതയിലേക്ക് എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക്. നമ്മളെല്ലാവരും കടങ്ങൾ പലപ്പോഴും അത് ബാങ്കിൽ നിന്ന് ലോണായിരിക്കാം, കടങ്ങൾ കൊടുത്തായിരിക്കാം, ഇല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പല പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാം. നമ്മൾ ആദ്യം തന്നെ ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ കടം വരാനുള്ള ഒരു 10 കാര്യങ്ങൾ എഴുതി വെക്കുക. എല്ലാവരും നോട്ട് എടുത്തിട്ട് എഴുതി വെക്കണം. 10 കാര്യങ്ങൾ അതൊന്ന് എഴുതി വെക്കുക. എന്നിട്ട് അതിൽ ഒരു 5 പേരെങ്കിലും അതിൻ്റെ 10 പോയിന്റ്സ് ഇതിൽ പറയേണ്ടതാണ്. ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒരു 3 മിനിറ്റ്സ് അല്ലെങ്കിൽ 4 മിനിറ്റ്സിനുള്ളിൽ അതിൻ്റെ കാരണങ്ങളൊന്ന് എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കടങ്ങൾ കൊടുത്തായിരിക്കാം, ബാങ്കിൽ ലോണായിരിക്കാം, EMI ഉള്ള കാര്യമായിരിക്കാം, ഏതെങ്കിലും സുഹൃത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് കടം ബാങ്കിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾ കൊടുത്തിരിക്കാം. അങ്ങനെ എന്തുമാവട്ടെ, അതെല്ലാം തന്നെ നിങ്ങൾ എഴുതുക. കാരണങ്ങൾ നിർബന്ധമുണ്ടോ? നിങ്ങൾക്ക് ജസ്റ്റ് മിനിമം ആയിട്ട് ഞാൻ ഒരു മാക്സിമം ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ 3 കാരണമാവാം, 4 കാരണമാവാം, അങ്ങനെ എന്തുമാവട്ടെ അതൊന്ന് എഴുതുക. എന്നിട്ട് അതിൽ നിങ്ങൾ പറയണം. അത് ഒരു 5 പേരെങ്കിലും അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് പറയണം. ഇപ്പം യൂട്യൂബ് ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചെയ്ത്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നോട്ട്ബുക്കിൽ ചെയ്ത്, എല്ലാവരും എന്ത് ചെയ്ത്.
ഓക്കെ, എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറയാം. യെസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതിയ പോയിന്റ്സ് ഒന്ന് ഒരു 5 പേരെങ്കിലും പറയാം. അതായത് നമുക്കൊരു ഡിസ്കഷൻ രീതിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇതൊരു നമ്മളെ ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷനാണിത്. ഓക്കെ, മിത്ര സനോജ് എന്ന് പറഞ്ഞ വ്യക്തി എഴുതി കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇനി സൗമ്യ, അത് തന്നെ മിത്ര സനോജ് എങ്ങനെയാണ് നിങ്ങൾക്ക് കടം വന്നതെന്നൊന്ന് പറയൂ. വീടിന്റെ പണി തീർക്കാൻ വേണ്ടി ലോൺ എടുത്തായിരുന്നു. അതാണ് കാരണം അല്ലേ? വണ്ടി എടുക്കാന്. ഓക്കെ, പിന്നെ ഒരു കടം വീട്ടാൻ വേണ്ടി വേറെ കടം എടുക്കേണ്ടി വരുന്നു, ലോൺ എടുക്കും. ഓക്കെ, ശരി. ഇനി അടുത്ത ആരാണ്? ഫ്രണ്ടിനെ സഹായിക്കാൻ വേണ്ടിട്ട് ഗോൾഡ് വെച്ചിട്ടുണ്ട്. ആ, സഹായ മനസ്കതയുള്ള ആളാണല്ലേ, നന്മവരാണല്ലേ? അതെ അതെ. ഓക്കെ, ഇനി അടുത്തത് സൗമ്യ. ക്യാമറ ഓൺ ചെയ്തിട്ട് പറഞ്ഞോളൂ. ഞാൻ ഓൺ ചെയ്യാൻ ഒരു സിറ്റുവേഷൻ അല്ലാത്ത കാരണം. ഓക്കെ, എന്നാലും വോയിസ് ആയിട്ട് പറഞ്ഞാൽ മതി. സാർ, ഞാന് ബിസിനസ് എന്താണ്? കുറച്ച് ക്യാഷ് കളക്ട് ചെയ്തിരുന്നു ഫ്രണ്ട്സിന്റെ ഒക്കെ കയ്യിൽ നിന്ന്. അപ്പൊ എന്നെ ഒരു വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് ഞാൻ ഈ ക്യാഷ് എല്ലാം കളക്ട് ചെയ്തത്. പക്ഷെ പിന്നെ എനിക്ക് അവരോട് ലോസ് വന്നപ്പോ നോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ മാക്സിമം ഇപ്പോഴും വർക്ക്. അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഇപ്പം അത് നോ എന്ന് പറയാൻ പറ്റാത്ത. ഓക്കെ, വോയിസ് ഇടക്കിടക്ക് ബ്രേക്ക് ആകുന്നുണ്ട്. കുഴപ്പമില്ല, എന്തായാലും ടൈപ്പ് ചെയ്താൽ മതി. പിന്നെ മീനാക്ഷി പറഞ്ഞോളൂ. എങ്ങനെയാണ് കടങ്ങൾ വന്നത്? സെയിം ആയിട്ടുള്ള പാറ്റേൺ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് നമുക്ക് കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ, അതിൻ്റെ പരിഹാരങ്ങളാണല്ലോ നമ്മൾ നോക്കേണ്ടത്. BK മീനാക്ഷി, ഓക്കെ പറഞ്ഞോളൂ. വോയിസ് ഓഫാണ്, മ്യൂട്ടൊന്ന് ഓൺ ആക്കാമോ? മ്യൂട്ട്. പറഞ്ഞോളൂ. ഒരു ആശ്രമത്തിന് കൊടുത്തതാണ്. ബ്രഹ്മോ മാരീസ് ആണോ? അതെ അതെ, അവർ 2 മാസം കൊണ്ട് തരാന്ന് പറഞ്ഞു, പിന്നെ തന്നില്ല. എനിക്ക് തോന്നി ബ്രഹ്മവിലാസ് ആണ്. ഓക്കെ, VK. ഇനി അടുത്ത ആരാണ്? ലീഷ ഷൈജു, പറയാം. എന്റെ ഹസ്ബൻഡിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ കടങ്ങൾ വന്നിരുന്നു, ലോൺ എടുക്കാൻ. ഓക്കെ, ശരി, ഇത്ര മതി. അതായത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ടോപ്പിക്ക് ഒന്നും കൂടി പറയാണ്, കടങ്ങളിൽ നിന്ന് സമ്പന്നതയിലേക്ക് എത്തുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ പലപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ്റെ പല പ്രാക്ടീസും ചെയ്യും. ചില ആൾക്കാർ വെൽത്ത് മാസ്റ്ററിയിലാവട്ടെ, അല്ലെങ്കിൽ നമ്മളെ ചക്ര മാനിഫെസ്റ്റേഷനിലാവട്ടെ, എല്ലാം തന്നെ. ഇപ്പം കഴിഞ്ഞ തവണ മിനി എന്ന് പറഞ്ഞ ആൾ നമ്മളെ ചക്ര മാനിഫെസ്റ്റേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അങ്ങനെ അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് ചക്ര ഹീലിംഗെല്ലാം ചെയ്തിട്ട് കുറേ പണം ഉണ്ടാക്കിയിട്ട് ഈ പണം ഉണ്ടാക്കുക, അതോടൊപ്പം തന്നെ കടം കൊടുക്കുക. ഇങ്ങനെ കൊടുത്ത് എന്നോട് ചോദിക്കുക, സാറേ ഇപ്പം വർക്ക് ആവുന്നില്ല, അല്ലെങ്കിൽ പണത്തെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. എന്ന് വെച്ചാൽ നിങ്ങൾ കഴിഞ്ഞ കുറേ 2-3 സക്സസ് സ്റ്റോറി നമ്മളെ ക്ലാസ്സിന് ശേഷം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറ്റിയെന്ന് ചോദിച്ചാലും പറഞ്ഞു, ഞാൻ പൈസ ഇതേപോലെ തന്നെ ജോലി ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇതേപോലെ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് മാനിഫെസ്റ്റ് ചെയ്ത പൈസ എല്ലാം തന്നെ കടങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുക. ആരെങ്കിലും ചോദിക്കുന്ന സമയത്ത് ഞാൻ അപ്പാട് എന്നെ തന്നെ മറന്നിട്ട് പണം കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുള്ള പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ ആർക്കാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നുള്ളതാണ് കാര്യം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു പണത്തിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞ്. നമ്മളിൽ എപ്പോഴാണോ നമ്മളെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നത്, അന്നേരം മാത്രമേ നിങ്ങൾക്ക് പണത്തെ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം നമ്മളെ റിലേഷൻഷിപ്പ് മാസ്റ്ററിയിലാവട്ടെ, ഏതൊരു കോഴ്സിലും, ഇപ്പം യൂണിവേഴ്സൽ ലവ് മെഡിറ്റേഷൻ, സെൽഫ് ലവ് മെഡിറ്റേഷൻ എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ കടങ്ങൾ എന്തുകൊണ്ടാണ് വന്നതെന്നുള്ള കാര്യം അവെയർ ആകുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ പണത്തെ മാനിഫെസ്റ്റ് ചെയ്തു, ആ കാര്യങ്ങളെല്ലാം ചെയ്തു. നാളെ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു വ്യക്തിക്ക് കടം കൊടുക്കും. ഇതേപോലുള്ള കാര്യമാണ് നമ്മളിൽ സംഭവിക്കുക. അന്നേരം നിങ്ങൾ എന്ത് ചെയ്തു? ഇത് എഴുതി വെച്ചു. ഇനി അടുത്ത കാര്യം എഴുതി വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ നിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്, അതൊന്ന് എഴുതി വെക്കുക. ഒരു പുതിയ പേജിൽ എഴുതി വെക്കരുത്, പുതിയൊരു പേജ് എടുത്തിട്ട് നിങ്ങൾ എഴുതി വെക്കുക. അതാണ്. അത് ഉദാഹരണത്തിന് കടം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ സഹായ മനസ്കതയുണ്ട്, ഇന്ന് മുതൽ ഞാൻ കടം കൊടുക്കില്ല എന്ന രീതിയിലേക്ക് എഴുതി വെക്കുക. ഇപ്പോൾ ഈ ഉദാഹരണത്തിന് നിങ്ങൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് എന്താണ് നഷ്ടപ്പെട്ടത്, ഇതിൻ്റെ ഒരിക്കലും തന്നെ നിങ്ങൾ എഴുതേണ്ടത് അവരെന്നെ ചതിച്ചു, ഈ കാര്യങ്ങൾ എഴുതേണ്ടത്
മറിച്ച് നിങ്ങളെ പ്രോബ്ലം അതിനെ ആദ്യം തന്നെ നമ്മൾ സെൽഫ് ആക്സെപ്റ്റൻസ് എടുക്കുക. ഇപ്പം BK മീനാക്ഷി എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം മാഡം പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ഓർഗനൈസേഷനിൽ പണം കൊടുത്തിട്ട് അവർ തിരിച്ചു തന്നില്ല എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആ സ്ഥാപനത്തെക്കുറിച്ച് പഠിക്കാതെ അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് പഠിക്കാതെ കടം കൊടുത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ആ പണം നഷ്ടപ്പെട്ടത്. അത് ആ വ്യക്തിയുടെ പ്രോബ്ലം അല്ല, മറിച്ച് നമ്മളുടെ തെറ്റാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ അതിൽ പുതിയ പേജിലെടുത്ത് എഴുതേണ്ടത്. ഒരിക്കലും ബ്ലെയിം ചെയ്യാൻ പാടില്ല. ബ്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗുണം കിട്ടില്ല. എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞിട്ട് ഏകദേശം 45 ലാക്കോളം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്തം ഞാൻ തന്നെ സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തികളോടെല്ലാം തന്നെ എനിക്ക് ഇങ്ങനെ ബ്ലെയിം ചെയ്യാം, കാര്യങ്ങൾ ചെയ്യാം. അതുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യം എഴുതി വെക്കുക. ഓക്കെ, എഴുതി വെച്ചോ. ഒരു 3 മിനിറ്റ്സ് തരാം. നിങ്ങളുടെ പ്രോബ്ലം, അതായത് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ എഴുതി വെച്ച കാര്യങ്ങളൊന്ന് നോക്കുക. എന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ എഴുതി വെക്കുക. കടം കൊടുത്തു, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു, എന്ത് തന്നെ ആവട്ടെ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എഴുതി വെച്ച് കഴിഞ്ഞാൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ യൂട്യൂബ് കാണുന്ന വ്യക്തികളാണെങ്കിൽ അതൊന്ന് ഒരു പുതിയ പേജിലാണ് എഴുതി വെക്കേണ്ടത്. മുന്നേ എഴുതി വെച്ച കാര്യങ്ങളൊന്ന് വായിച്ച് നോക്കുക, എന്നിട്ട് എഴുതുക. ഇപ്പോൾ 5 പോയിന്റ് ഫസ്റ്റ് പേജിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ പുതിയ പേജിൽ നിങ്ങൾ 5 പോയിന്റ്സിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. ക്ലിയറായി ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് നിങ്ങളൊരു ഒരു വ്യക്തിക്ക് കടം കൊടുത്തു. ചില ആൾക്കാരല്ലേ, ഇപ്പം ഇന്ന വ്യക്തിക്ക് ഞാൻ കടം കൊടുക്കാറുണ്ട്, നിരന്തരമായിട്ട് ഞാൻ ആ വ്യക്തി ചോദിക്കുന്ന സമയത്ത് കടം കൊടുക്കാറുണ്ടെന്ന് കരുതാം. അടുത്ത പോയിന്റിൽ എഴുതേണ്ടത്, അടുത്ത പേജിൽ ഇനി മുതൽ ഞാൻ ഇന്ന വ്യക്തിക്ക് കടം കൊടുക്കില്ല. അല്ലെങ്കിൽ പണം ഓരോരോ തെറ്റായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാർഗത്തിൽ കൊണ്ടുപോയിട്ട് കളയുന്നെങ്കിൽ ഇന്നു മുതൽ ഞാൻ പണം ഇതേപോലെ തന്നെ ലീഗലായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഇതേപോലുള്ള മ്യൂച്വൽ ഫണ്ട്, അതും ലീഗലായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യും, പണം ഏൽപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം എഴുതി വെക്കുക. അത് എന്തുമാവട്ടെ. ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ കൃത്യമായ രീതിയിൽ സാലറി കിട്ടാതെയിരിക്കാം, റിട്ടേൺ കിട്ടാതെയിരിക്കാം, അതിലൊന്നും തന്നെ കൊടുക്കാതിരിക്കുക. ഈവൻ പണം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ ടൈമും ആയിരിക്കും. ഇപ്പം നിങ്ങൾ ജോലി ചെയ്ത് എന്നിട്ട് അവർ അതിനുള്ള കൃത്യമായിട്ടുള്ള പണം തന്നില്ല. ഉദാഹരണം, നിങ്ങളൊരു LIC ഏജൻറ്റോ അല്ലെങ്കിൽ LIC ഇതാണെങ്കിൽ നിങ്ങളൊരു വ്യക്തിയെ കണ്ടു, നിരന്തരമായിട്ട് ആ വ്യക്തിയെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നിങ്ങൾ കരുതേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും ടൈം ആ വ്യക്തിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു, അവിടെ നിങ്ങൾക്ക് റിസൾട്ട് ഇല്ല. അതിനർത്ഥം ആ പണം നഷ്ടപ്പെട്ടു. നിങ്ങളൊരു അവറിന് എത്ര ആ ഒരു ബിസിനസ് നഷ്ടപ്പെട്ടു. അന്നേരം അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാനുള്ള നോക്കുക. എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യാം. യെസ്, രമേശ് സാർ പറഞ്ഞോളൂ, എന്താണ് ഇങ്ങനെ എഴുതി വെച്ചത്? അതെ, എന്റെ എന്താ പറഞ്ഞാല് ഞാൻ നേരത്തെ എഴുതി വെച്ചത് എന്റെ ചെലവുകൾ, അതായത് എനിക്ക് ബാങ്ക് ലോൺ ഉണ്ടായിരുന്നു, ഹൗസിംഗ് ലോൺ. അപ്പൊ അത് തീർന്നു ഇമ്മീഡിയറ്റ് ആയിട്ട്. അപ്പൊ അത് തീർന്നു എന്ന് വരുമ്പോഴേക്കും സെക്കൻഡ് എന്റെ ഒരു മകളെ കല്യാണമാണ്. അത് കുറച്ച് പോഷായിട്ട് ഒരു ആർഭാടായിട്ട് അത് നടത്തി. അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു വിത്തിൻ 2 ഇയേഴ്സ് കൊണ്ട് നെക്സ്റ്റ് രണ്ടാമത്താണ്. അപ്പൊ നമ്മളെ ഈ സമൂഹമായിട്ട് കൂടുതൽ ബന്ധമുള്ളതുകൊണ്ട് കുറച്ച് ആൾക്കാരെ കൂടുതൽ വിളിച്ചിട്ടൊക്കെ കല്യാണം നടത്തിയത്. അപ്പൊ അതൊരു വലിയൊരു, അപ്പൊ നമ്മളെ വരുമാനത്തിന്റെ മേലെ പോയി സംഭവങ്ങൾ. അപ്പൊ ഇതൊക്കെ ഈ നമ്മള് കൃത്യമായിട്ട് EMI അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഈ വലിയ വരുമാനം ഈ വലിയ അടവ് നമ്മുടെ വരുമാനത്തിനുള്ളിൽ നിൽക്കുന്നില്ല. ആ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ചാൽ ബിസിനസ് കൂട്ടാനുള്ള കുറെ റെമഡീസ് എന്തൊക്കെയാ, ആ രീതിയിലാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കുന്നത്. അപ്പൊ ഏതാണ്ട് ഒരു 2 അറ്റവും കൂട്ടി അങ്ങനെ അത് പിക്കപ്പായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ഒരു ഫുൾ ഫ്ലഡ്ജില് വന്നില്ല, വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ഇപ്പോൾ ഉള്ള. നന്ദി. ഇനി അടുത്ത ആരാണ് പറഞ്ഞത്? റുഹീന. ക്യാമറ ഓൺ ചെയ്തിട്ട് പറയാം.
എന്താണ് എഴുതി വെച്ചത്? റുഹീന പറയാം. ഇനി അടുത്ത വിനോദൻ വോയിസ് ആയിട്ട് പറയാം. നമസ്കാരം സാറേ. നമസ്കാരം. ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് ഇന്നു മുതൽ ഇനി കടം കൊടുക്കില്ല എന്നാണ്. രണ്ടാമത് ഞാൻ വീടിന് ലോണൊക്കെ എടുത്തായിരുന്നു, കുറെ ബാധ്യതകൾ വന്നു. അത് ഇനി ലോൺ എടുക്കില്ല. പിന്നെ കുറച്ച് മ്യൂച്വൽ ഫണ്ടിൽ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഇനി അത് ചെയ്യില്ല. പിന്നെ കുറച്ച് ഇൻട്രസ്റ്റിനൊക്കെ പൈസ വാങ്ങി അതും ഇനി വാങ്ങിക്കില്ല എന്നാണ് എഴുതിച്ചിരിക്കുന്നത്. ഇതൊക്കെ ചെയ്തിട്ടാണ് കുറച്ച് ബാധ്യതകൾ വന്നത്. പിന്നെ ഹോസ്പിറ്റൽ കേസ് ഇങ്ങനെയുള്ള. ഓക്കെ 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 ശരി. ഇനി അടുത്ത ആള്, ഇനി അടുത്ത രാജി പറഞ്ഞോളൂ. ഞാനും പലിശക്ക് പൈസ വാങ്ങിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തത്. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം ആയത്. സമയത്തിന് കൊടുക്കാൻ പറ്റാണ്ടായപ്പോ അത് പലിശ കൂടി, കടം കയറി, അങ്ങനെയുള്ള പ്രശ്നങ്ങള്. പിന്നെ വീട്ടില് ഇപ്പൊ ഹസ്ബൻഡിന് സുഖമില്ലാണ്ടിരിക്കുന്ന കാരണം വീട്ടിലെ മൊത്തം ബാധ്യതകൾ നമ്മൾ തന്നെ ചെയ്യണം. മക്കളുടെ പഠിപ്പ് എല്ലാം കൊണ്ടും ശരിക്കൊരു ഇതുള്ള അവസ്ഥയിലാണ്. ഇപ്പൊ ജോലി മാറി ഞാനിപ്പോ ഷാർജയിലേക്ക് വന്നേക്കാണ് ജോലിക്ക്. ഇപ്പൊ തൽക്കാലം ആ ഒരു ഇതുകൊണ്ട് പൈസ ഉള്ളതുകൊണ്ട് കുറച്ച് കടങ്ങൾ ഇങ്ങനെ വീട്ടി വരുന്ന. പക്ഷെ അതിന്റെ ഇടയ്ക്ക് വരുന്ന മറ്റു പ്രോബ്ലങ്ങൾ, ഇപ്പൊ ഹോസ്പിറ്റൽ ചെലവൊക്കെ വരുമ്പോ കടങ്ങളിലേക്ക് അങ്ങോട്ട് മുഴുവൻ എത്തിക്കാൻ പറ്റണില്ല. കുറച്ച് സ്ട്രഗിൾ കുറഞ്ഞിട്ടുണ്ട്, എന്നിരുന്നാലും ഉണ്ട് പ്രശ്നങ്ങള് മുഴുവൻ തീർന്നിട്ടില്ല. എനിക്ക് അംഗൻവാടി ടീച്ചറായിരുന്നു ഞാന്. അപ്പോ ആ കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ നമുക്കൊന്നിനും തികയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് 2 വർഷത്തെ ലീവ് എടുത്തിട്ടാണ് ഞാൻ വന്നത്. ഇതും ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ശരിക്കും എന്താ പറയാ, ആ ഒരു ഇതുകൊണ്ട് എനിക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റി. ഈ ഒരു ജോലി ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു. അതെനിക്ക് ഇതിനോട് നന്ദിയാണ്. നിങ്ങൾ ആ സ്റ്റോറി ആയിട്ടും നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നോ? ഞാൻ സാറിന് വോയിസ് അയച്ചിരുന്നു മുന്നേ, പിന്നെ എന്നിട്ട് ഇല്ല, ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സോറി. എനിക്ക് ഓർമ്മയുണ്ട് ഇങ്ങനെ ഷെയർ ചെയ്തതെന്നുള്ള സക്സസ് സ്റ്റോറീസ്. ഈവൻ നമ്മുടെ ബേസിക് ഇത് ഈ ഫ്രീ ക്ലാസ് ആവട്ടെ, പെയ്ഡ് ക്ലാസ്, കുറേ സക്സസ് സ്റ്റോറീസ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈവൻ റിലേഷൻഷിപ്പിന്റെ എല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇന്ന് തന്നെ എന്തൊരു ഞാൻ സാറിന്റെ മുന്നേത്തെ ക്ലാസ് തൊട്ട് അറ്റൻഡ് ചെയ്യാറുണ്ട്. ഒരു ഇതെല്ലാ ക്ലാസ്സുകളും ഞാൻ എല്ലാ സൗജന്യ കോഴ്സും അതല്ലാത്ത എല്ലാ കോഴ്സുകളും ഞാൻ സാറിന് പറയുന്ന എല്ലാം ഞാൻ ചെയ്യാറുണ്ട്. ഓക്കെ അത് കറക്റ്റായിട്ട്. എന്നാൽ ഇതിൽ ഇങ്ങനെ ഈ വെൽത്ത് മാസ്റ്ററി അല്ലെങ്കിൽ ചക്രയുടെ ക്ലാസ് ആയിട്ട് അറ്റൻഡ് ചെയ്തിരുന്നോ? 28 ദിവസത്തെ മുന്നേ ഒരു ക്ലാസ് ഉണ്ടായിരുന്നല്ലോ, അത് ഫുള്ള് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ മാറ്റങ്ങൾ വന്നിരുന്നു. ഞാൻ അന്ന് എനിക്ക് അത്രയും സ്ട്രഗിൾ ആയിട്ടാണ് ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്തത്. അപ്പൊ അതിനുശേഷം പിന്നെ ഒരുവിധ എല്ലാ കാര്യങ്ങൾക്കും ഒരു സപ്പോർട്ട് എന്നുള്ള നിലയ്ക്ക് മെന്റലി എനിക്ക് നല്ലൊരു ഇത് കിട്ടിയിരുന്നു. അങ്ങനെ ഞാൻ ഇത്ര വരെ എത്തി. എനിക്ക് അത്രയും ഹാപ്പിയാണ് ഞാനിപ്പോ. ഇനി കുറച്ച് എനിക്കത് തീർക്കാൻ പറ്റുന്നുള്ള വിശ്വാസമുണ്ട് എല്ലാം കൊണ്ടും. കടങ്ങളായാലും നല്ലൊരു ഇതിലെത്തുന്നു, മക്കളുടെ കാര്യങ്ങളായാലും. ഓക്കെ നല്ല കാര്യം. നമ്മളിപ്പോൾ അതിനെ മറികടക്കേണ്ട കാര്യങ്ങളാണ് എഴുതി വെച്ചത്. എല്ലാവരും എഴുതി വെച്ചു എന്ന് കരുതുന്നു. ഇനി അടുത്ത ചെയ്യാൻ പോകുന്ന ടാസ്ക് എന്ന് പറയുന്നത്, ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ വെക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ കുറേ മോട്ടിവേഷൻ തന്നു, നിങ്ങൾ കുറേ പോയിന്റ്സ് കാര്യങ്ങളിലും പറഞ്ഞു തന്നു. പക്ഷേ നിങ്ങളെ പ്രോബ്ലത്തെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെങ്ങനെ മറികടക്കുക എന്നുള്ള കാര്യമെല്ലാം നിങ്ങൾ സ്വയം പഠിക്കണം. ഇനി അടുത്ത പുതിയ പേജ് എടുക്കുക. പുതിയ പേജ് അല്ലെങ്കിൽ പുതിയ പുറം അല്ലെങ്കിൽ പുതിയ സൈഡ് എടുത്തിട്ട് നിങ്ങളുടെ സ്കില്ലുകൾ നമ്മളെല്ലാ പെയ്ഡ് ക്ലാസ് ആവട്ടെ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും കൊടുക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ കഴിവുകൾ എഴുതി വെക്കുക. ഒരിക്കലും തന്നെ കഴിവില്ല എന്ന് പറയരുത്. ഇപ്പോൾ അനിവിൻ്റെ കഴിവ് പറഞ്ഞുതരാം. എൻ്റെ കഴിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കില്ല, അതൊരു സ്കില്ലാണ്. രണ്ടാമതെന്ന് വെച്ചാൽ എനിക്ക് കോഴ്സ് ഡിസൈൻ ചെയ്യാൻ സാധിക്കും, പ്രസൻറ്റേഷൻ ചെയ്യാൻ സാധിക്കും. നാലാമതായി എനിക്ക് വീഡിയോ എഡിറ്റിംഗ് അറിയാം. ഇതെല്ലാം എൻ്റെ സ്കില്ലുകളാണ്. എഡ്യൂക്കേഷൻ സ്കില്ലല്ല. സ്കില്ലും എഡ്യൂക്കേഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എഡ്യൂക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കേഷനും കിട്ടുന്ന ഒരു കാര്യമാണ് എഡ്യൂക്കേഷൻ. മറിച്ച് സ്കില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് മെയ്ഡാണ്. നമ്മൾ സ്വയം പഠിക്കുന്ന കാര്യങ്ങളാണ് സ്കില്ലെന്ന് പറയുന്നത്. അതൊരിക്കലും ക്ലാസ് മുറിയിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യമല്ല, നമ്മൾ എക്സ്പീരിയൻസിലൂടെ പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്. കുറച്ച് സ്കില്ലുകൾ എഴുതി വെക്കുക. നിങ്ങളുടെ സ്കില്ലുകൾ എന്തൊക്കെയാണ്? കമ്മ്യൂണിക്കേഷനോ
അല്ലെങ്കിൽ മാനേജ്മെൻറ്റ്, ഹ്യൂമൻ മാനേജ്മെൻറ്റ്, ആൾക്കാരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും, എനിക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ കഴിവുണ്ട്. ഒരു 5 മിനിമം ഒരു 5 കഴിവ് ചെയ്താൽ 5 കഴിവുകൾ നിങ്ങൾക്ക് ഇല്ലയെന്ന് പറയരുത്. ഇല്ലയെന്ന് പറഞ്ഞ് നിങ്ങൾ സ്വയം നിരീക്ഷിക്കുന്നില്ല, നിങ്ങൾ മറ്റുള്ളവരെ മാത്രമാണ് നിരീക്ഷിക്കുന്നത്. 5 കഴിവുകൾ, നിങ്ങളെ സ്കില്ലുകൾ ഉണ്ടാവും. 5 കഴിവുകൾ ചെയ്താൽ മിനിമം 5 കഴിവ്, മാക്സിമം എത്ര വേണം ചെയ്താൽ. യൂട്യൂബ് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളൊരു പേപ്പറിൽ ഇത് ചെയ്ത് കേട്ടോ. എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാം. നിങ്ങൾ കുട്ടിക്കാലത്തേക്ക് നോക്കുക, എന്തെല്ലായിരുന്നു എൻ്റെ കഴിവുകൾ. ചിലപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റണമെന്നില്ല, കാരണം നിങ്ങൾ ജോലി ചെയ്യുന്ന മേഖല അതിനെ ഇല്ലാതാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം അതിനെ താഴ്ത്തിയിട്ടുണ്ടാവും. നിങ്ങളെ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ഹാപ്പിനെസ് നൽകിയ കഴിവുകളാണ്. യെസ് എന്ന് പറയുന്ന സമയത്ത് വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ ക്യാമറ ഓൺ ചെയ്തിട്ടോ ഒന്ന് പറയണേ കഴിവുകൾ, കാരണം എല്ലാവർക്കും ഒന്ന് കേൾക്കട്ടെ. ശ്രീഗാദി ഓക്കെ. സാബു, എന്താണ് താങ്കളുടെ കഴിവുകൾ? ഒരു 5 കഴിവുകൾ പറഞ്ഞോളൂ. എന്താ പേരെന്താണ്? ശ്രീഗന്ധി. ഗന്ധി. ശ്രീഗന്ധി സാബു. പറഞ്ഞോളൂ 5 കഴിവുകൾ. ഞാൻ പ്രൊഫഷണലി ഒരു ഫാർമസിസ്റ്റ് ആണ്. അപ്പൊ എന്റെ പ്രൊഫഷനിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ നല്ല രീതിയിൽ തന്നെ പേഷ്യൻസിനോടൊക്കെ പെരുമാറാറുണ്ട്. പിന്നെ അത്യാവശ്യം നന്നായിട്ട് പാടാറുണ്ട്, കുറച്ചൊക്കെ ഡാൻസ് കളിക്കാറുണ്ട്. പിന്നെ ഫ്രണ്ട്സിന്റെ അടുത്ത്, പിന്നെ ആരുടെ അടുത്തായാലും, കുട്ടികളുടെ അടുത്തായാലും പ്രായമുള്ളവരുടെ അടുത്തായാലും നമ്മളുടെ സമപ്രായകരായാലും നല്ല രീതിയിൽ സംസാരിക്കാനും പെരുമാറാനുള്ള ഒരു കഴിവുണ്ട്. പിന്നെ മക്കളുടെ അടുത്ത് ഞാൻ ഭയങ്കര ഫ്രീ ആണ്, ഫ്രണ്ട്ലി ആണ്. എന്റെ മക്കൾക്ക് ഞാനൊരു ഫ്രണ്ടാണ്. ഞാനൊരു സെൽഫ് എന്താണ് അല്ല, ഇത്രയൊക്കെ എനിക്ക് ഇതില് പറഞ്ഞ കാര്യങ്ങൾ. കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. അതല്ലാതെ നമുക്ക് വേറെന്തൊക്കെയാണ് സ്കില്ലുകൾ എഴുതി വെച്ചത്? നല്ല പാട്ട് പാടാൻ സ്കില്ലാണ്. ഡാൻസ് കുറച്ച് ഭയങ്കരമായിട്ടല്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കാറുണ്ട്. ഡാൻസ് ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഇനി സുലഹാബി ക്യാമറ ഓൺ ചെയ്ത് പറയാം. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട, ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ, അല്ലെങ്കിൽ വോയിസ് ആയിട്ട് പറഞ്ഞാൽ മതി. ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ നന്നായിട്ട് സംസാരിക്കും, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, അതുപോലെ സ്റ്റോറി ടെല്ലിങ്, പിന്നെ അതുപോലെ ക്ലാസ് എടുക്കാൻ. ഓക്കെ, എന്തെല്ലാം ക്ലാസ്സുകളാണ് എടുക്കാൻ പോകുന്നത്? ഏത് ക്ലാസ്സുകൾക്ക്? അല്ലെങ്കിൽ ഞാന് ഏതാണ് സെൽഫ് ലവ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ആളുകൾ, നമുക്ക് എന്താണ് അവർക്ക് വേണ്ടത്, മറ്റുള്ളവർക്ക് അവരെ എന്താണ് അറിഞ്ഞിട്ട് ആ സമയത്ത് കൂടെ നിൽക്കാനും. ട്രെയിനറാണ്, ബേസിക് തുടങ്ങുന്നു. ഞാൻ പറയുന്നത് വെച്ചാൽ ട്രെയിനർ ആണെങ്കിൽ നിങ്ങൾ ക്യാമറ ഓൺ ചെയ്യാതെയാണ് ഇരിക്കുന്നത്. ട്രെയിനർ ആകുന്ന സമയത്ത് നമ്മൾ മുഖം കാണിക്കല്ലേ വേണ്ടത്, അറ്റ്ലീസ്റ്റ് നമുക്കൊരു കോൺഫിഡൻസ് വേണ്ടേ. വീട്ടില് ഇവിടെ അതാണ് ലക്ഷദ്വീപിൽ നിന്നാണെങ്കിൽ ക്യാമറ ഓൺ ചെയ്യാൻ പറ്റില്ല. ക്യാമറ ഓൺ ചെയ്യാനില്ല ഞാൻ പറയുന്നത്, അല്ല ഞാൻ തെറ്റ് പറയല്ല, മറിച്ച് അതൊരു കോൺഫിഡൻസിന്റെ മീൻസ് ക്യാമറ ഓൺ ചെയ്യാൻ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഓക്കെ, അത് ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പണ്ടത്തെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ എന്നെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. വീഡിയോസ് കാണുന്ന സമയത്തും എല്ലാം തന്നെ എൻ്റെ ഫോട്ടോസ്, പണ്ടത്തെ വീഡിയോസ് ആവട്ടെ, ഈ വീഡിയോസ് ആവട്ടെ, എല്ലാ കാര്യങ്ങളും, എൻ്റെ വോയിസ്, എൻ്റെ സംസാര രീതി, എൻ്റെ രൂപത്തിലുള്ള ചേഞ്ച്, എൻ്റെ പ്രസൻറ്റേഷൻ സ്കില്ലെല്ലാം തന്നെ ഞാൻ ഡെവലപ്പ് ചെയ്തത് യൂട്യൂബ് ചാനൽ വഴി, യൂട്യൂബ് തുടങ്ങിയത് കൊണ്ടാണ്. അന്നേരം നിങ്ങളിപ്പം
നിങ്ങൾ ഈ ഒരു പ്രൊഫഷനിലേക്ക് കടക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ക്യാമറ ഓൺ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുന്നില്ല, മറിച്ച് നിങ്ങൾ ഇതേപോലെ ട്രെയിനിങ് മേഖലയിൽ കടക്കുകയാണെങ്കിൽ, ഇതേപോലെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണെങ്കിൽ അതിനെ കൃത്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്ത് ഓക്കെ, താങ്ക് യു. രമേശ് ബാബു സാറ്, താങ്കൾ സ്കില്ല് പറഞ്ഞോളൂ. സാറേ, ഞാന് നന്നായി ക്ലാസ് എടുക്കും. അത് ഞാൻ നേരത്തെ ഞാൻ പഠിക്കുന്ന സമയത്ത് പ്രീ ഡിഗ്രി സമയത്ത് തന്നെ ട്യൂഷൻ ക്ലാസ് ഉണ്ടായിരുന്നു കുട്ടികൾക്ക്. ഒരു ഡിഗ്രിക്ക് വന്നപ്പോൾ നമ്മളൊരു ടീമായിട്ട് ഒരു എന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആൾക്കാർ എൻ്റെ ഒരു കോളേജ് തുടങ്ങി. അതങ്ങനെ ഡെവലപ്പ് ചെയ്ത് SLC അങ്ങനെ കുറെ കാലം. അപ്പൊ അത് നല്ലൊരു സ്കില്ലുണ്ട്. നന്നായി ക്ലാസ് എടുക്കാൻ എനിക്ക് പറ്റും. കാരണം കുട്ടികൾ നല്ല ടീച്ചറാണെന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ നമുക്ക് കുറച്ചും കൂടി അത് മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോ ഇൻഷുറൻസ് മേഖലയിലേക്ക് വന്നപ്പോൾ സംസാരിക്കാനുള്ള കഴിവുണ്ട്. അത് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താനും നമുക്ക് ആ പ്രൊഡക്റ്റ് വിൽക്കാനുള്ള ഒരു സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ പ്രൊഡക്റ്റിന്റെ മേലെ നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു കഴിവ്. പിന്നെ അത്യാവശ്യം ഈ മോട്ടിവേഷൻ ക്ലാസ്സുകൾ ചെറിയ തോതില് നല്ലതാ. കാരണം LIC എല്ലാവർക്കും മോട്ടിവേഷൻ കാര്യങ്ങളിലും വേണ്ടതില്ലല്ലോ. അപ്പൊ നമ്മളെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, നമ്മളെ LICന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, നമ്മളൊരു യൂണിറ്റ്. അപ്പൊ യൂണിറ്റിൽ മിക്കവാറും യൂണിറ്റിലെ ക്ലാസ് ഞാൻ എടുക്കുക. ഞാനല്ല, മറ്റവരും എടുക്കും. പക്ഷെ ഞാൻ മെയിൻ റോൾ ഞാൻ ചെയ്യുന്നുണ്ട്. നല്ല കാര്യം, സന്തോഷം. അതിന്റെ പ്രൊഡക്റ്റിന്റെ ക്ലാസിന്റെ ഇടക്ക് നമ്മുടെ ഈ സാറിന്റെ അടുത്ത് കിട്ടുന്നതും ഇത് നമ്മൾക്ക് പലപ്പോഴും കിട്ടുന്ന ഈ ക്ലാസ്സുകളും ലോ ഓഫ് അട്രാക്ഷൻ ഇതൊക്കെ ഞാൻ ഇതിൽ ചേർത്തുകൊണ്ട് അങ്ങനെ ഒരു ക്ലാസ് എടുക്കും. നല്ല കാര്യമാണ്. ഓക്കെ. പിന്നെ ചെറുപ്പത്തിൽ അഭിനയിക്കും. സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെ അഭിനയിച്ചിട്ട് പിന്നെ നാട്ടിലെ സാംസ്കാരിക നാടകങ്ങൾ ഈ അടുത്ത കാലത്ത് ഇപ്പൊ 2 ദിവസം മുമ്പ് ഞങ്ങളൊരു നാടകത്തിൽ അഭിനയിച്ചു. നേരത്തെ കുറെ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്നു. ഒരു ദീർഘകാലം ഒരു ഗ്യാപ്പ് വന്നിട്ട് രണ്ടാമത് അഭിനയിച്ചു. അപ്പൊ സംഗതി സാധനം അപ്പൊ അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത 2 പേർക്കും കൂടിയാണ് ചാൻസ്. മിത്ര സനോജ്, പറഞ്ഞോളൂ, എന്തൊക്കെയാ കഴിവുകൾ? കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ട്. ഫ്രണ്ട്സ് ഒക്കെ ഒരു പ്രോബ്ലം പറഞ്ഞാൽ സൊല്യൂഷൻ കണ്ടുപിടിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. നെഗറ്റീവായിട്ട് സംസാരിക്കുന്നവരെ പോസിറ്റീവ് ആക്കി നല്ലതായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് സായി സർവീസിൽ കസ്റ്റമർ കെയർ മാനേജറായിട്ട്. അതുപോലെ ടീമിനെ നല്ലതായിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നമ്മളോട് ആൾക്കാർ എങ്ങനെയാണ് പെരുമാറുന്നത്, അത് എങ്ങനെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മളോട് ഏത് രീതിയിലാണ് സംസാരിക്കുന്നത് അത് പെട്ടെന്ന് മനസ്സിലാക്കി നമുക്ക് തിരിച്ചൊരു സംസാരിക്കാം. ഓക്കെ, ശരി. ഇനി അടുത്ത ദിലീഷ ഷൈജു, പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ്. എനിക്ക് ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അത് ഒരു സോഷ്യൽ വർക്ക് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ക്ലാസ്സസ് എടുക്കാനും അങ്ങനെയൊക്കെ പോകാറുണ്ട് അത്യാവശ്യം. പിന്നെ കലാപരമായിട്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഡാൻസ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് മൊത്തത്തിൽ. ഇപ്പൊ ഞാനൊരു ബിസിനസ്സിലും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ബിസിനസ്സിൽ അത്യാവശ്യം അവർക്ക് വേണ്ടുന്ന ഒരു പ്ലാൻ പ്രസന്റേഷൻസ് ഒക്കെ ചെയ്യാറുണ്ട്. അതാണ് എന്റെ സ്കിൽ എന്ന് പറഞ്ഞ് ഞാൻ പറയണം. ഓക്കെ, ഇനി രാജി, പെട്ടെന്ന് തന്നെ പറഞ്ഞോളൂ. സ്കില്ലുകൾ ജസ്റ്റ് പറയാം. രാജി ഗോപിനാഥ്. എന്റെയാണോ? എന്റെ പേര് രാജനാണ്. ഓക്കെ, ഓക്കെ. എനിക്ക് ഞാൻ അത്യാവശ്യം ക്ലാസ് എടുക്കാനൊക്കെ എനിക്ക് ഞാനിപ്പോ അംഗൻവാടി ടീച്ചേഴ്സിനൊക്കെ ക്ലാസ് എടുക്കാറുണ്ട്. പിന്നെ പാട്ട് പാടാനായിട്ട് ചെറിയൊരു ഇതുണ്ട്. പിന്നെ അത്യാവശ്യം മറ്റുള്ളവരുടെ കാര്യങ്ങൾ ക്ഷമയോടെ കേട്ടിരിക്കും. അതായത് ഒരു പ്രശ്നങ്ങളെല്ലാം പറയണതെല്ലാം കേട്ടിരിക്കാറുണ്ട്. അങ്ങനെ. പിന്നെ അത്യാവശ്യം ചെറിയ പാചകം അങ്ങനത്തെയൊക്കെ. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത രാജൻ എന്നെ, അതും കൂടി കഴിഞ്ഞാൽ ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ, രാജൻ എന്നെ. രഞ്ജൻ. ഞാനൊരു സർവീസ് റിട്ടയറാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അത്യാവശ്യം
ക്ലാസ്സുകൾ എടുക്കാൻ ആയിട്ട് താല്പര്യമുള്ളതാണ്, എടുക്കുന്നുണ്ട്. പിന്നെ പ്രസന്റേഷൻ വശമാണ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു ഡയറക്ട് മാർക്കറ്റിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ റീഡിങ് ഹാബിറ്റ് ഉള്ളതാണ്. പൊതുവെ പിന്നെ മറ്റു സംസാരിക്കുന്നതിനും മറ്റും ആളുകളോട് പെരുമാറുന്നതിനൊക്കെ അത്യാവശ്യമായിട്ടുള്ള കഴിവുകളുണ്ട് എന്ന് തന്നെ പറയാം. ശരി, വേറെ ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഴുതി വെച്ച കാര്യങ്ങളെല്ലാം തന്നെ ഒരു പോയിന്റിലേക്ക് എത്തിക്കണം. ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം രമേശ് സാറ് പറഞ്ഞ പോലെ തന്നെ പ്രസൻറ്റേഷൻ ഇങ്ങനെ ടീച്ചിങ് സ്കില്ലുണ്ട്, ട്രെയിനിങ്, അങ്ങനത്തെ എല്ലാ സ്കില്ലുകളും കൂടിയിട്ട് ഒരു പോയിന്റിലേക്ക്. ഇപ്പം അനിവിന്ദ്, ഇപ്പം ഒന്നിലധികമോ നിങ്ങൾക്ക് പ്രൊഫഷൻ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം ഞാൻ തന്നെ പറയാം, എൻ്റെ ഒരു സ്കില്ലെന്ന് വെച്ചാൽ എനിക്ക് ലേണിംഗ് സ്കില്ലുണ്ട്. രണ്ടാമത്തെ സ്കില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രസൻറ്റേഷൻ, എനിക്ക് കോഴ്സ് ഡിസൈനിങ് സ്കില്ലുണ്ട്, എനിക്ക് കോഴ്സുകൾ ഡിസൈൻ ചെയ്യാൻ സാധിക്കും. മൂന്നാം സ്കില്ല് എനിക്ക് പ്രസൻറ്റേഷൻ സ്കില്ലുണ്ട്. ഈ 3 കാര്യങ്ങളും യോജിപ്പിച്ചാണ് ഞാൻ എൻ്റെ കോഴ്സ് ആയാലും കോഴ്സ് പ്രൊമോഷനും ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നിങ്ങൾ എഴുതി വെച്ച സ്കില്ലുകൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പം രഞ്ജൻ എന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ കുറേ കഴിവുകൾ എഴുതി വെച്ചല്ലോ, അതെല്ലാം കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും 1-2 പ്രൊഫഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എന്നാലും അതൊന്ന് എത്തിക്കുകയാണെങ്കിൽ ഒന്ന് എഴുതി വെച്ച് നോക്കുക. കാരണം അത് എഴുതി വെക്കുന്ന സമയത്ത് അത് മണി ജനറേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് പാട്ട് പാടാൻ കഴിവുണ്ട്, അത് പണത്തെ ജനറേറ്റ് ചെയ്യില്ല. മറിച്ച് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അതിനെ പേഴ്സണൽ ബ്രാൻഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രൂപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ പാട്ട് പാടുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് പണം കിട്ടുക. അല്ലാതെ നിങ്ങൾ ബാത്റൂം സിംഗറാണ്, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൻ്റെ അകത്ത് നിന്നിട്ട് പാടിയത് കൊണ്ട് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ പറ്റില്ല. അതായത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു കാര്യം, ആ എഴുതി വെച്ച സ്കില്ലുകളിൽ നിന്ന് എങ്ങനെ പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. 1-2-3 സ്കില്ലുകൾ നിങ്ങൾക്ക് പ്രൊഫഷൻ എഴുതി വെക്കാം, ജോലികൾ എഴുതി വെക്കാം, ബിസിനസ് എഴുതി വെക്കാം, എന്ത് തന്നെയാട്ടോ, അതെല്ലാം കണക്ട് ചെയ്തിട്ട് എഴുതി വെക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈവൻ എനിക്ക് ഇന്ന സ്കില്ലുണ്ട്, എങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അടുത്ത പേജിലാണ് എഴുതേണ്ടത്. അതെ, അടുത്ത പേജിലാണ് എഴുതേണ്ടത്. പുതിയ പേജ് എപ്പോഴും നമ്മൾ എഴുതുന്ന ഓരോ ടാസ്കിൽ ഇപ്പം 3 കഴിഞ്ഞില്ല, അടുത്ത പേജിൽ എഴുതി വെക്കുക. നിങ്ങൾക്ക് ആ എഴുതി വെച്ച സ്കിൽസിനെ 1-2 സ്കില്ലുകൾ അല്ലെങ്കിൽ 3 സ്കില്ലുകൾ കണക്ട് ചെയ്തിട്ട് ഒരു പ്രൊഫഷൻ ആക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ റോട്ട് ഇറ്റ്. ഓക്കെ, SK എന്ന് പറഞ്ഞ ആൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞോളൂ. SK. നമസ്കാരം, എന്റെ പേര് സുർജിത്ത് എന്നാണ്, സുർജിത്ത് കരിയത്ത എന്നാണ് പേര്. അപ്പൊ ഞാൻ ജസ്റ്റ് ഷോർട്ടായിട്ട് SK എന്ന് എഴുതിക്കുന്നതാണ്. ഓക്കെ, വീഡിയോ ഓൺ ചെയ്യാമോ? വീഡിയോ ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, ഞാൻ എന്റെ സ്കിൽസ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആയിരുന്നു എന്റെ പ്രൊഫഷൻ. അപ്പൊ കുറച്ച് നാളായിട്ട് ഇപ്പൊ ഞാൻ ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ചെറുതായിട്ട് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ സെയിൽസ് നല്ല രീതിയിൽ ക്ലോസ് ചെയ്യും. പിന്നെ ഒരു ടീം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നല്ല രീതിയിൽ ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനത്തെ അത്തരത്തിലുള്ള സ്കിൽസുകളാണ് ഞാൻ കൂടുതൽ എഴുതിക്കുന്നത്. പിന്നെ ട്രെയിനിങ് എടുക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്, അത് ഞാൻ ചെയ്യാറുണ്ട്. അപ്പോ അതെല്ലാം കൂടി പോയിന്റ് ഔട്ട് ഞാൻ ചെയ്തത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഡയറക്ട് സെല്ലിംഗ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൽ ട്രെയിനിങ് മേഖല, ട്രെയിനിങ്, മാർക്കറ്റിംഗ്. അതെ, യെസ്, മാർക്കറ്റിംഗിൽ ഇപ്പൊ ഇവൻ ട്രെയിനിങ് വരികയല്ലോ. അതെ, ഓക്കെ, നല്ല കാര്യം. താങ്ക്സ്. സുൽഹാബി. ഹലോ സാർ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പൊ ഞാൻ ട്രെയിനറും ടീച്ചറും ആണ് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, നല്ല കാര്യം. ഓക്കെ, നീ ഓക്കെ, ശ്രീ പറഞ്ഞോളൂ. ഓക്കെ, അടുത്ത രമേശ് ബാബു സാർ പറഞ്ഞോളൂ. അതായത് ഇത് തന്നെ എനിക്ക് സ്കില്ല്, ഇതിന്റെ ഇൻഷുറൻസ് അല്ല, ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് ലൈഫ് ഇൻഷുറൻസ്. ഇതിൽ കൂടുതൽ നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യും, സംസാരിക്കാം. പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ മോട്ടിവേഷൻ ക്ലാസ്സും ചെയ്യാൻ ഐഡിയ ആണ്, ട്രെയിനിങ് ഒക്കെ ആയിട്ട് ചെയ്തോണ്ടിരിക്കും.
തോന്നി. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും അത് യൂട്യൂബ് ചാനൽ തുടങ്ങിയ നമ്മളെ വെൽത്ത് മാസ്റ്ററിയുള്ള യൂട്യൂബ് ചാനൽ തുടങ്ങിയില്ലേ? അത് തുടങ്ങിയില്ല സാർ, അത് തുടങ്ങണേ. അത് ഇടയ്ക്ക് വെച്ച് നിന്നുപോയി. നമ്മൾ അന്ന് ക്ലാസ്സിൽ സാറ് പറഞ്ഞ് എന്നോട് പറയുകയും ചെയ്തതാണ്, ആ പക്ഷെ അത് ചെയ്യാൻ പറ്റി. അത് അതെ. ചെയ്യണമെന്നുണ്ട്. അത് തന്നെ ഇതിപ്പം യൂട്യൂബ് ചാനൽ വഴി ഇവൻ എന്നെ പോലെ തന്നെ ഒരു ട്രെയിനർ, ചിലപ്പോൾ എന്നെക്കാൾ നല്ലൊരു ട്രെയിനറായി മാറാനും പറ്റും. ഓക്കെ സാർ, താങ്ക് യു സാർ. അതെന്ത് സപ്പോർട്ട് വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി. കാരണം വെൽത്ത് മാസ്റ്ററിയിൽ നമ്മൾ യൂട്യൂബ് മാസ്റ്ററി എന്ന് പറഞ്ഞ കോഴ്സ് നമ്മൾ കൊടുത്തിരുന്നു, ചില ആൾക്കാർക്ക് അറിയില്ല. കാരണം യൂട്യൂബ് ചാനലാണ്. ഇപ്പം ഞാൻ ഇവിടെ പറയാൻ പോകുന്ന അടുത്ത ടോപ്പിക് എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പം അനിവിൻ എന്ന് പറയുന്ന വ്യക്തിയെ പരിചയപ്പെട്ടത് ഒരു യൂട്യൂബ് ചാനലിനാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയ, ഈവൻ അറ്റ്ലീസ്റ്റ് നിങ്ങളെ വാട്സപ്പിൽ ഒരു പോസ്റ്റോ ഒരു മോട്ടിവേഷൻ കോഡ്സോ അല്ലെങ്കിൽ നിങ്ങളെ വോയിസ് ആയിട്ടോ ഇടുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് സ്കില്ലുള്ളത് കൊണ്ട് കാര്യമില്ല, സ്കില്ലിനെ നമ്മൾ അറിയിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ എഴുതി വെച്ച സ്കില്ലിനെ എങ്ങനെ നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അടുത്തത് എഴുതേണ്ട പുതിയ പേജിൽ നിങ്ങൾ എഴുതി വെച്ച സ്കില്ലുകൾ. ഇപ്പം യൂട്യൂബ് ചാനൽ കാണുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ സ്കില്ലുകളെ നിങ്ങൾ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്? സോഷ്യൽ മീഡിയയിലൂടെയാണോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗനൈസേഷൻ അംഗമായിട്ടാണോ, ഇല്ലെങ്കിൽ എന്താണ് വേറെ എന്തെങ്കിലും കാര്യത്തിലാണോ? അങ്ങനെ ഒന്ന് എഴുതി വെക്കുക. എഴുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാം. എന്നിട്ട് കേട്ടില്ല, ഒന്നുകൂടെ പറയാവോ? ഓക്കെ, നമ്മൾ എഴുതി വെച്ച സ്കില്ലിൽ നിന്ന് പ്രൊഫഷണലാക്കി മാറ്റി, ആ ജോലിയോ അല്ലെങ്കിൽ ബിസിനസ്സോ എന്തെങ്കിലും ആവട്ടെ, അതിനെങ്ങനെയാണ് നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്? ഓക്കെ, രമേശ് ബാബു സാർ എഴുതി കഴിഞ്ഞിട്ട് ബാക്കി ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാം. എന്നിട്ട് പറഞ്ഞോളൂ സാർ, രമേശ് ബാബു സാർ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ചാൽ നമ്മള് ഒരു വലിയ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട്, ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന ഗ്രൂപ്പുകൾ. അപ്പൊ എനിക്ക് പറയേണ്ട കാര്യം, അതായത് ഞാനിപ്പോ ഒരു ബിസിനസ് ചെയ്യുന്നത് ഇൻഷുറൻസ് ആണെങ്കിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അതിന്റെ പോസ്റ്ററുകൾ ഇതൊക്കെ ഞാൻ ഒന്നുകിൽ വോയിസ് സ്ക്രിപ്റ്റ് ഇട്ടിട്ടോ അതല്ലെങ്കിൽ പോസ്റ്ററുകളായിട്ടോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ഞാൻ ഇടാറുണ്ട് പലതിലും. നമ്മളെ ആ ഗ്രൂപ്പുകളിലും പല ഗ്രൂപ്പുകളിലും സ്റ്റാറ്റസ് ആയിട്ടും. അപ്പൊ ഈ സ്റ്റാറ്റസ് കണ്ട് ഒരുപാട് ആൾക്കാർ കണ്ട് കുറെ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരും. എന്താണ് അങ്ങനെ? അപ്പൊ നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് അത് സംസാരിക്കാനും അവരുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാനും ബിസിനസ് ഹൗസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഇതുണ്ടല്ലോ. അതൊന്നുകൂടി വിലപ്പെടുത്തണം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, നമ്മള് ഇങ്ങനെ വെൽത്ത് മാസ്റ്ററിൽ നമ്മൾ ഏകദേശം ഒരു 1000-2000 വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് തന്നിട്ടുണ്ടായിരുന്നു. വെൽത്ത് മാസ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് ബാച്ച് ആയിരുന്നു അത്. ഇവൻ നമ്മൾ വെൽത്ത് മാസ്റ്ററി എന്ന പ്രോഗ്രാമിൽ ഏകദേശം ഒരു 2000-1000 കൂടുതൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ നമ്മൾ നൽകിയിരുന്നു. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന പ്രൊഫഷൻ ആവട്ടെ ബിസിനസ് ആവട്ടെ അതെല്ലാം തന്നെ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സോഷ്യൽ മീഡിയ വേണം. അതുകൊണ്ടാണ് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് പെയ്ഡ് കുറച്ച് അത്യാവശ്യം നല്ല പൈസ കൊടുത്ത് വാട്സപ്പ് ഗ്രൂപ്പിന് ലിങ്ക് മേടിച്ചിട്ട് നമ്മൾ വെൽത്ത് മാസ്റ്ററിൽ കൊടുത്തു. ഈവൻ സാർക്ക് വേണമെങ്കിൽ ആ ലിങ്ക് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം പേഴ്സണലി. സാറേ ഇതേപോലെ പോസ്റ്റേഴ്സ് കാര്യങ്ങളിൽ എന്ത് ചെയ്യുക, ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുക, ഏതെങ്കിലും ആൾക്കാർ കോൺടാക്ട് ചെയ്യും, കുറേ പേര് കോൺടാക്ട് ചെയ്യും. അങ്ങനെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, MLM ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം. നമ്മൾ കഴിഞ്ഞ ബാച്ചിൽ തന്നെ സന്ധ്യ മാഡം, അവർക്ക് ഞാൻ ഗ്രൂപ്പ് കൊടുത്തു. പുള്ളിക്കാരി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഗ്രൂപ്പിൽ ഡെയിലി പോസ്റ്റ് ചെയ്യും അവരെ MLM പ്രോഡക്റ്റിൻ്റെ. അതിലൂടെ അവർക്ക് ബിസിനസ് കിട്ടി. കാരണം നമ്മൾ അത്രയും ഗ്രൂപ്പുകളുണ്ട്, അവർ ഗ്രൂപ്പുകളിൽ തന്നെ ആക്റ്റീവായിരുന്നു. അങ്ങനെ മാർക്കറ്റ് ചെയ്ത് അവർക്ക് അതിലൂടെ തന്നെ കമ്മ്യൂണിറ്റിനെ ബിൽഡ് ചെയ്തു, ഗ്രൂപ്പുകൾ ബിൽഡ് ചെയ്തു, അങ്ങനെ വന്നു. ഓക്കെ, എന്തായാലും ഇനി അടുത്ത ആരാണ് എഴുതി വെച്ചത്? രമേശ് സാറ്. ഐശ്വര്യ അല്ല അടുത്ത ഇത് വെച്ച ഐശ്വര്യ, പറഞ്ഞോളൂ. ഞാൻ റിക്രൂട്ട്മെന്റ് ആണ് ചെയ്യുന്നത് മെയിനായിട്ട്. ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓൺ ചെയ്തോളൂ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. സോറി സാർ, അതിപ്പോ വീട്ടിലെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ വഴി പിന്നെ ജോബ് പോസ്റ്റിംഗ് സൈറ്റ്സ് വഴിയൊക്കെയാണ് നമ്മളിത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നല്ലോ വേക്കൻസീസ് വരുമ്പോൾ. മെയിനായിട്ട് ഫസ്റ്റ് ഇപ്പോൾ വാട്സപ്പിന്റെ സ്റ്റാറ്റസ് വഴി, പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി, പിന്നെ ഫേസ്ബുക്ക് പേജ്, ലിങ്ക്ഡിൻ, അങ്ങനെ ഇൻഡീഡ് അങ്ങനെയുള്ള ജോബ് പോസ്റ്റിംഗ് സൈറ്റ്സ് വഴിയാണ് അത് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് എന്റെ റിക്രൂട്ട്മെന്റിന് അങ്ങനെയാണ് നമുക്ക് കൂടുതലും
ഇത് കിട്ടുന്നത്. ഓക്കെ, ശരി. നീ അടുത്താരാണ്? അനു. നമസ്കാരം സർ. നമസ്കാരം, പറഞ്ഞോളൂ. എന്റെ പേര് ആക്ടിംഗ് ആണ്. എന്താണ്? എനിക്ക് സ്വന്തം ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. പക്ഷേ ഞാൻ എവിടെയോ സ്റ്റക്കായി നിൽക്കുവാണ്. മുമ്പോട്ട് പോകാൻ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? അതൊരു 600-നകത്തേ ഉള്ളൂ. അധികം വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. ഫേസ്ബുക്കിൽ 5K-യോളം ആകാറായിട്ടുണ്ട്. എന്ത് കണ്ടന്റ് ഇടുന്നത് അതിന്റെ അകത്ത്? ഞാൻ അതിൽ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളത് ഇടാറുണ്ട്. എന്താ പിന്നെ ഇൻഫോർമേറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്? മോട്ടിവേഷൻ ആണ് കൂടുതലും വരിക. ഓക്കെ, നല്ല കാര്യം. മുന്നോട്ട് പോകാൻ പറ്റണില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അതിൽ ഡെയിലി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് ചെയ്തിട്ട് ഓരോ ദിവസം ഇടുന്ന വീഡിയോസ് കണ്ടന്റ്സ് ഒന്ന് ലിസ്റ്റ് ചെയ്യുക. ഒരു മാസം ഇടുന്ന കണ്ടന്റ്, അല്ലെങ്കിൽ ഒരിക്കലും ഡെയിലി ഇടുന്ന പറയുന്നില്ല, വീക്ക്ലി ഒരു വീഡിയോ വെച്ച് ചെയ്ത് നോക്കും. ഒന്ന് എഴുതി വെക്കുക ഒരു കണ്ടന്റ്. ഇപ്പോൾ യൂട്യൂബ് ചാനൽ, അതായത് പുസ്തകം വായിക്കുന്ന സമയത്ത് നല്ലൊരു കണ്ടന്റ് കിട്ടി, അതെന്ത് ചെയ്യുക, നമ്മളത് നമ്മളതായിട്ടുള്ള പ്രസൻറ്റേഷനിൽ ഒന്ന് ചെയ്തിട്ട് ഒന്ന് കൊടുക്കുക, യൂട്യൂബിൽ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. വീക്ക്ലി ഒരു 3 വീഡിയോയെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യണമെന്നാണ് ഞാൻ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഷീജ മാഡം. ഷീജ മാഡം കേൾക്കാമോ? ഷീജ AP. സാർ, നമസ്കാരം. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് ജോബ് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്, വീട്, പിന്നെ എന്താണ്, പിന്നെ കുറെ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ഒരു നല്ലൊരു മാനിഫെസ്റ്ററാണ്. എല്ലാ കോഴ്സുകളിലും ജോയിൻ ചെയ്യുന്നതാണ്. അതെ, പറഞ്ഞു സാറേ. ക്ലാസ്സിൽ ഫസ്റ്റ് കയറാൻ പറ്റിയില്ല, 100 ആയിന്, പിന്നെ ലെഫ്റ്റ് ആയപ്പം കയറിയതാ. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. എന്നാൽ നമ്മളെ ഈ റെക്കോർഡ് ക്ലാസ് യൂട്യൂബിൽ ഇട്ട് വെക്കുന്നതാണ്. അതുകൊണ്ട് ഫസ്റ്റ് തൊട്ട് കിട്ടാൻ പറ്റും. ഓക്കെ. പിന്നെ ഞാൻ ഈ MLM ഇതിന്റെ MLM ടീമിനൊക്കെ കിട്ടുന്നുണ്ട്. അത് ഹൗ ടു ഇൻഫ്ലുവൻസ് ഫ്രണ്ട്സ് ആൻഡ് പീപ്പിൾസ് എന്ന് പറയുന്ന പുസ്തകം ഒന്ന് വായിച്ചിട്ടുണ്ടോ? അതെ. വായിച്ചിട്ടുണ്ടോ? വായിക്കുന്നുണ്ട് എന്നല്ല, വായിച്ചിട്ട് അതിൽ പറയുന്ന പോയിന്റ്സ് ഉണ്ട്, അതൊന്ന് ഇത് ചെയ്യുക. ഉദാഹരണത്തിന് ഞാൻ തന്നെ അതിൽ വായിച്ചൊരു കാര്യമാണ്. ഇപ്പം ഇതിൽ രമേശ് സാറായാലും ഇതിൽ വന്ന ഓരോരുത്തരും ഇപ്പം കാണുന്ന ഓരോ വ്യക്തികൾ, ഇപ്പം ഷീജ മാഡം വന്ന സമയത്ത് എന്തായി, ഞാൻ അത് ഓർത്തെടുത്തു. ഓക്കെ, ഇദ്ദേഹം എന്തെല്ലാം മാനിഫെസ്റ്റ് ചെയ്തത്, ഗവൺമെന്റ് ജോബ്, നമ്മുടെ ക്ലാസ് പങ്കെടുത്ത് ഗവൺമെന്റ് ജോബ്, ഒരു വീട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം. അതായത് അനുവിന്ദുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ, അനുവിന്ദ് ഇതെല്ലാം ഓർത്തല്ലോ, നല്ല ആളാണല്ലോ എന്നുള്ള ഒരു ഇൻട്രാക്ഷൻ വരും. കാരണം ഞാൻ കോൺഷ്യസ് ആയിട്ട് ആ പുസ്തകത്തിൽ പറയുന്ന പോലെ തന്നെ ഇങ്ങനെ ആൾക്കാരെ എന്താണെന്ന് പഠിച്ചിട്ട് അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിനനുസരിച്ച് നമുക്ക് ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. നമ്മളെ ബിസിനസ് എല്ലാം തന്നെ ഗ്രോത്തിലേക്ക് വരും. ഇതിൽ പറയുന്ന പലർ ഇങ്ങനെ നമ്മളെ ക്ലാസ് പങ്കെടുക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ നിരന്തരമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരെ ഏകദേശം എല്ലാ കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും. ഇത് ഹൗ ടു ഇൻഫ്ലുവൻസ് ഫ്രണ്ട്സ് ആൻഡ് പീപ്പിൾസ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. അതെല്ലാം വായിച്ചാൽ പോരെ, ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് നമുക്കത് ഗ്രോത്ത് വരികയുള്ളൂ. കേട്ടോ, അതൊന്നും ചെയ്യൂ കേട്ടോ. ഇനി അടുത്ത അനശ്വര എന്ന് പറഞ്ഞ ദിലീഷ ഷൈജു, പറഞ്ഞോളൂ. ഞാൻ എന്താ പറയാ, ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ക്ലാസ്സുകളും ഇതൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെയാണ് എനിക്ക് ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടാണ് എനിക്ക് ബിസിനസ് ഗ്രോത്ത് വന്നിട്ടുള്ളത്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിലൂടെ കുറച്ചും കൂടെ ഇപ്പൊ എനിക്ക് അങ്ങനെ പ്രോസ്പെക്ടിങ് കാര്യമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളൊരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അതിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നുള്ള കാര്യമാണ് നമ്മൾ ചോദിച്ചത്. മാർക്കറ്റ് ചെയ്യാൻ ഇതുപോലെ ഇപ്പൊ ഞാൻ ക്രിപ്റ്റോയുടെ ഒരു ബിസിനസ് ആണ് ചെയ്യുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ട് ആളുകളിലേക്ക് അവയർനെസ് ആക്കി ഇപ്പൊ ഓരോ പുതിയ ആളുകളെ കാണുമ്പോഴും നമ്മളത് പ്രസന്റ് ചെയ്തിട്ടാണ് അത് മാർക്കറ്റ് ചെയ്യുന്നത് ഞാൻ. ഓക്കെ ഓക്കെ. അന്നേരം ഇത് ഇങ്ങനെ ക്രിപ്റ്റോന്റെ ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയതല്ലേ? അതെ സർ, നോക്കിയതാണ്. ശരിക്കും നോക്കുക കേട്ടോ. ശരിക്കും നോക്കിയിട്ടുള്ളതാണ്. കാരണം ഡീസെൻട്രലൈസ്ഡ് ആണെന്ന് ഉറപ്പിച്ചതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാ. എത്ര വർഷമായി എക്സ്പീരിയൻസ്? മീൻസ് അത് എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഞാനിപ്പം ഏകദേശം ഒരു 6 മാസമായി സ്റ്റാർട്ട് ചെയ്തിട്ട്.
ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ വരുന്ന സമയത്ത് $0.25 ആയിരുന്നു അതിന്റെ കോയിന്റെ വില. ഇപ്പൊ അത് വന്നിട്ട് ഒരു $10 ഒക്കെ ആയിട്ടുണ്ട്. ഇനിയും ലിസ്റ്റഡ് ആവാൻ ഉടനെ ആവാനായിട്ട് നിൽക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുവരെ എനിക്ക് ഗ്രോത്ത് ആണ് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഒരു മണി പോലും വേസ്റ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. എന്റെ കൂടെ വന്നവർക്കും അത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ശരി ശരി, നല്ല മാം സാർ ഒരു ഡൗട്ട് കേട്ടോട്ടെ. ചോദിച്ചോളൂ. ദിലീഷ മാമിന്റെ കൂടെയാണ്. ആ പറയും. മെറ്റഫോഴ്സ് ആണോ മാം? അതെ മെറ്റഫോഴ്സ് ആണ്. ഓക്കെ, ശരി. നേരെ ഇതെല്ലാം ഇങ്ങനെ ഇത് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ സ്കില്ലുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്കില്ലുകളുള്ള, അതായത് സ്കില്ലുകളെയാണ് നിങ്ങൾ സെയിൽ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ അനിവിന്ദ് ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പറഞ്ഞ ട്രെയിനേഴ്സ് തന്നെ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്, അവർ ഈ ട്രെയിനിങ് കണ്ടക്ട് ചെയ്തിട്ടാണ്. ഇവൻ വേറെ രീതിയിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ ബിസിനസ്സുകളുടെ എനിക്ക് എൻ്റെ ഒരു സൈഡ് ഒരു ഇൻകം സോഴ്സ് മാത്രമാണ് യൂട്യൂബ് ചാനലാവട്ടെ കോഴ്സുകളാവട്ടെ എല്ലാം തന്നെ. അത് നിങ്ങൾ എന്ത് ചെയ്തു, ഈ സ്കില്ലുകൾ എഴുതി വെച്ചു. ഈ സ്കില്ലെന്ന് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ രമേശ് ബാബു സാറ് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് ഒരു LIC സ്റ്റാഫാണ്, LIC കാര്യങ്ങൾ പോളിസീസ് സെല് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ മോട്ടിവേഷൻ ട്രെയിനിങ് മേഖലയിലേക്ക് കടക്കാം. മൂന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇതേപോലെ ട്യൂഷൻ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഓൺലൈനായിട്ട് വേണമെങ്കിൽ മെൻറ്ററിങ്, അതായത് ഇപ്പോൾ ഒരു കുട്ടി വരികയാണ് പഠനത്തിൽ പിറകിലാണ്, അന്ന് വേണമെങ്കിൽ ഓൺലൈനായിട്ട് 1 hour വെച്ചിട്ട് ഒരു 1 hourന് 500 രൂപയാണ് ചാർജ്, അല്ലെങ്കിൽ ഹവർലി ചാർജ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ടൈമിനെ യൂസ് ചെയ്ത് നമുക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കും. ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറണം. അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ അതിൻ്റെ ലീഗലായിട്ടുള്ള, ഇപ്പം മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ബാങ്കിൻ്റെ മ്യൂച്വൽ ഫണ്ടാണോ എന്നുള്ള കാര്യമെല്ലാം തന്നെ നോക്കുക. പിന്നെ അടുത്ത പോയിന്റ് എഴുതിയല്ല, മനസ്സിൽ വെക്കുക, അല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ പണത്തെ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും കടം എങ്ങനെ ഇല്ലാതാക്കാം, അത് വലിയൊരു ടോപ്പിക്കാണ്. അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ അടുത്ത് ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ചില ആൾക്കാർ പറയാറുണ്ട്, എനിക്ക് കടത്തെ ഒന്നും ഇല്ലാതാക്കണം അനിവിന്ദ്, അല്ലെങ്കിൽ അനിവിന്ദ് സാർ എനിക്ക് കടത്തെ ഇങ്ങനെ തീർക്കണം എന്ന രീതിയിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, മനസ്സിലിങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ, കടം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ ഒരു മണി കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ തന്നെ ഒരു ഡിവൈൻ എനർജിയാണ്, ഒരു ദൈവികമായ ഒരു ഊർജ്ജമാണ്. ഇതെന്ത് ചെയ്യുകയാണ്, നമ്മൾ നെഗറ്റീവിലേക്ക് മാറ്റുകയാണ്. നിങ്ങളോട് ഞാൻ ചോദ്യം ചോദിക്കുകയാണ്. 2 ഓപ്ഷനാണ്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ കടത്തിന് വേണ്ടി, അതായത് കടം ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങൾ അധ്വാനിക്കുന്നു. അത് ജോലിയുടെ ആവാം, ബിസിനസ്സിലൂടെ ആവാം, അങ്ങനെ എന്തോ ആവാം. രണ്ടാമത്തെ കാര്യത്തിൽ നിങ്ങൾ സമ്പാദിക്കുന്നത് നിങ്ങൾ കടത്തിന് വേണ്ടിയില്ല, മറിച്ച് നിങ്ങൾ സമ്പാദിക്കാൻ വേണ്ടി, നിങ്ങൾ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സമ്പാദിക്കുന്നത്. അന്നേരം ഇതിലെ ഏത് ഓപ്ഷൻ, ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനാണോ? 2 ഓപ്ഷനിലും നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി കടമുണ്ട്, പക്ഷേ നിങ്ങൾ സമ്പാദിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ മൈൻഡ് സെറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ മൈൻഡ് സെറ്റ് ആണോ അല്ലെങ്കിൽ രണ്ടാമത്തെ മൈൻഡ് സെറ്റ് ആണോ? ആദ്യത്തെ മൈൻഡ് സെറ്റ് നിങ്ങൾ എന്താണ്, നിങ്ങൾ കടം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അധ്വാനിക്കുന്നത്. രണ്ടാമത്തെ പണം സമ്പാദിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ജീവിതത്തിൽ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അധ്വാനിക്കുന്നത്. ഈ 2 മൈൻഡ് സെറ്റും വെച്ചിട്ടാണ് നിങ്ങൾ അധ്വാനിക്കുന്നത്. അതിലേതായിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുക? രണ്ടാമത്തെ. ഓക്കെ, പറയൂ, കമന്റ് ചെയ്തോളൂ. പറയാൻ ഫസ്റ്റ് ആണോ അല്ലെങ്കിൽ സെക്കൻഡ് ആണോ? സെക്കൻഡ്. ഓക്കെ, രണ്ടാമത്തെ. ഇതാണ് കമന്റ് ചെയ്തോളൂ കേട്ടോ ആൾക്കാർ. നേരം ഇതാണ് നമ്മളെ ലൈഫിലുള്ള ഏറ്റവും വലിയ ബ്ലോക്ക് സൃഷ്ടിക്കുന്ന ഒരു കാര്യം. ഇവൻ നമ്മളെ ഓരോ ക്ലാസ്സുകളിൽ നമ്മൾ പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾക്ക് വേണ്ടാത്തതിനെ കുറിച്ച്. ഇപ്പം ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്തു, നമ്മളെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തു, അല്ലെങ്കിൽ മറ്റുള്ളവരെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തു, കുറേ യൂട്യൂബ് ചാനൽ കണ്ടു, ഇതൊന്നും തന്നെ നിങ്ങൾക്ക് ഗുണം വരാത്തതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചിന്തകളെല്ലാം തന്നെ ഇല്ലായ്മയിലേക്ക്, അല്ലെങ്കിൽ എനിക്കത് തന്നില്ലല്ലോ, ഇല്ല എന്ന രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുക. എന്നാൽ നിങ്ങൾ വേണ്ടത് എന്താണ്? നമ്മളെ ഓരോ തോട്ട്സും ഓരോ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഓരോ വൈബ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ശരിക്കും ഓരോരോ നമ്മളെ തോട്ട്സ് ഒരു മെൻ്റൽ ഇമേജ് ആയിട്ട് നമ്മൾ തന്നെ, ഇപ്പോൾ ലോകത്ത് ഏതൊരു കാര്യവും 2 തവണ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഒന്ന് മനുഷ്യൻ്റെ മനസ്സിലും, ഒന്ന് നമ്മളെ ഫിസിക്കലായിട്ടൊന്ന് പറയും. അതായത് ഞാൻ തന്നെ ഫീൽ ചെയ്തൊരു കാര്യമുണ്ട്. ഇവൻ ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് പോലും ഒരു തോട്ട് ഞാൻ തന്നെ മാനിഫെസ്റ്റ് ചെയ്ത ഒരു തോട്ട് നിരന്തരമായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും ഓരോ മണിക്കൂർ ഇടവിട്ട് ഒരു അഫർമേഷൻ പറയുക എന്നുള്ള ക്ലാസ് ഇപ്പം പെയ്ഡ് ക്ലാസ്സെല്ലാം തന്നെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. ഞാൻ തന്നെ ചിലപ്പം എനിക്ക് കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യാൻ ഞാൻ 5 minutes ഇടവിട്ടിട്ട് ഞാനത് സെറ്റ് ചെയ്തിട്ട് ഞാനത് എപ്പോഴും ആ ഒരു തോട്ടിലേക്ക്, അത് കോൺഷ്യസ് ആയിട്ട് നമ്മൾ തോട്ടിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ, ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കരുത്. ഇപ്പം കടങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാം, അല്ലെങ്കിൽ കടങ്ങനെ എങ്ങനെ മറികടക്കാൻ ചിന്തിക്കാതെ പണം എങ്ങനെ സമ്പാദിക്കാം, അല്ലെങ്കിൽ പണത്തെ എങ്ങനെ
അധ്വാനിച്ചുണ്ടാക്കാം, ബിസിനസ്സിലൂടെ ആവാം, ജോലിയിലൂടെ ആവാം. അങ്ങനെ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള കാര്യം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിരന്തരമായി ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരും. ഇപ്പോൾ ഉദാഹരണത്തിന് കോഴ്സുകൾ, ഞാനൊരു ട്രെയിനറായിട്ടാണല്ലോ നിങ്ങളുടെ മുന്നിലുള്ളത്. അങ്ങനെ കോഴ്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ണു കൂട്ടിയിട്ട് ഞാനത് ചിന്തിക്കും, എന്താണ് കോഴ്സ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കൂടുതൽ ബെനിഫിറ്റ്, കൂടുതൽ റിസൾട്ട് ഓറിയൻ്റ് ആയിട്ട് നമുക്ക് കോഴ്സ് കൊടുക്കാൻ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരും. ഇപ്പം വെൽത്ത് മാസ്റ്ററി ആയിട്ട്, ഉദാഹരണത്തിന് വെൽത്ത് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ നമ്മൾ കൊടുക്കുന്ന കാര്യം എന്താണ്? ഇപ്പം മണി മാസ്റ്ററി, യൂട്യൂബ് മാസ്റ്ററി, ബേസിക് ബിസിനസ് മാസ്റ്ററി എന്ന 3 കാര്യങ്ങളാണ് കൊടുക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുകയാണ് നമ്മളെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തികൾക്ക് റിസൾട്ട് കിട്ടണം എന്നുള്ളത്. എന്നാൽ അവരെന്ത് ചെയ്തു, ഒരു വെൽത്ത്, ഇപ്പം ഉദാഹരണത്തിന് ഞാൻ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് ആ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പം വെൽത്ത് കുറച്ച് ക്ലാസ്സുകൾ കൊടുത്തു, ഞാൻ കുറേ ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് 10,000 25,000 രൂപയുടെ വരെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിലെന്ത് ചെയ്യും, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരും, കൂടുതൽ മോട്ടിവേഷൻ കാര്യങ്ങളാണ് പറഞ്ഞു തരാം. ഞാൻ ചിന്തിച്ചു ഇവരെങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത്, ട്രെയിനേഴ്സ് എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത്, അവർ ട്രെയിനിങ്ങൾ കണ്ടക്ട് ചെയ്തിട്ടല്ലേ. ഞാൻ എൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്ത്, ഇപ്പം രമേശ് സാർ ആവട്ടെ അല്ലെങ്കിൽ ഏത് ട്രെയിനേഴ്സ് ആവട്ടെ, ഇപ്പം എൻ്റെ പ്രൊഫഷൻ ആവട്ടെ, ഇപ്പം ആശാ ജി കുമാർ, സുജാർ മോഹൻ, അതോടൊപ്പം തന്നെ രഞ്ജിത എന്ന് പറഞ്ഞ കുറേ ട്രെയിനേഴ്സ് നമ്മളെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ട് വലിയ ട്രെയിനേഴ്സായി മാറിയിട്ടുണ്ട്. അന്നേരം ഞാൻ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ അവർക്കും ഒരു നല്ല രീതിയിലേക്ക് പണം അധ്വാനിക്കണമെങ്കിൽ അവർക്കും സോഷ്യൽ മീഡിയ പ്രസൻസ് കൊണ്ടുവരണം. നമ്മൾ എന്ത് ചെയ്തു, യൂട്യൂബ് മാസ്റ്ററി എന്ന് പറഞ്ഞ കോഴ്സ് കൊടുത്തു. പിന്നെ ഞാൻ ചിന്തിച്ചൊരു കാര്യം, MLM ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്ക് നെറ്റ്വർക്ക് വേണം, അവർക്ക് കുറേ കോൺടാക്ട്സ് വേണം, കുറേ മോട്ടിവേഷൻ അല്ല, അവർക്ക് കോൺടാക്ട്സ് വേണം. അതിന് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ വേറൊരാൾ കയ്യിൽ നിന്ന് വാട്സപ്പ് ഗ്രൂപ്പുകൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് അവർക്ക് കൊടുത്തു, ആവശ്യമുള്ളവർക്ക് കൊടുത്തു, വെൽത്ത് മാസ്റ്ററിയിലെ. അങ്ങനെ അതിലൂടെ അവർ ബിസിനസ് ചെയ്തു. അങ്ങനെ ഓരോ കാര്യങ്ങളും, പേഴ്സണൽ ബ്രാൻഡിങ് എങ്ങനെ ചെയ്യണം, എങ്ങനെ നെറ്റ്വർക്കിനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യമല്ല, ഞാൻ അവർക്ക് ട്രെയിനിങ് അല്ലെങ്കിൽ ഓരോ ഇപ്പം ബേസിക് ബിസിനസ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നു, ഇങ്ങനെ വെൽത്ത് മാസ്റ്ററി തന്നെ. അതിൽ ഏകദേശം 21 ബിസിനസ് ഐഡിയാസ് പറഞ്ഞു. കഴിഞ്ഞ ഫസ്റ്റ് ബാച്ചിൽ, ഇപ്പം രമേശ് സാറ് ബാച്ചിൽ അറ്റൻഡ് ചെയ്ത ബിന്ദു എന്ന് പറഞ്ഞ അവർ തൃശ്ശൂരാണ്. അവരിന്ന് ഇങ്ങനെ പശു വളർത്തുന്നുണ്ട്, ചാണകത്തിൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ട്, കോഴിൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അവരെ സക്സസ് സ്റ്റോറി നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് വരുന്നതായിരിക്കും. അവരെന്ത് ചെയ്തു, അതിലേക്ക് മാറി. ഇപ്പോൾ ഏകദേശം മാസം ഒരു 2 ലക്ഷം രൂപയുടെ ടേൺ ഓവറുള്ള ബിസിനസ് ചെയ്യുന്നുണ്ട്. 3 പണിക്കാരുണ്ട്. 3 പണിക്കാരെ വെച്ചിട്ട് അവർ ബിസിനസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സർവീസ് ആയാലും പ്രൊഡക്റ്റ് ആയാലും അത് കറക്റ്റായിട്ട്, ഇപ്പം നിങ്ങൾ ട്രെയിനിങ് ആവട്ടെ എന്ത് തന്നെ ആവട്ടെ, അത് കൊടുക്കുന്ന സമയത്ത് വാല്യൂ ആഡ് ആയിട്ട് മറ്റുള്ളവർ കൊടുക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന സമയത്താണ് ചെയ്യേണ്ടത്. ഇപ്പം അടുത്തൊരു കോഴ്സ് ഞാൻ പറയാം, ഞാൻ ജസ്റ്റ് നിങ്ങളെ മനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു കോഴ്സാണ് ലോ ഓഫ് അട്രാക്ഷൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ക്ലാസ്. 30 ദിവസത്തെ മെഡിറ്റേഷനാണ്. അതിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഇപ്പം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതെല്ലാം ടൈപ്പ് മെഡിറ്റേഷൻ കൊടുക്കാം. വിപസന മെഡിറ്റേഷൻ, വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ, ചക്ര മെഡിറ്റേഷൻ, ഹീലിംഗ് മെഡിറ്റേഷൻ എന്നുള്ള ഏകദേശം ഒരു 22 മെഡിറ്റേഷൻസ് ഞാൻ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ലൈവിൽ വന്നിട്ടാണ് പറയുന്നത്. പിന്നെ സിംഗിങ് ബൗൾ മെഡിറ്റേഷൻ, അങ്ങനെയുള്ള മെഡിറ്റേഷനെല്ലാം ഞാൻ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റുള്ളവർ കൊടുക്കുന്നതിനെക്കാട്ടും എൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിൻ്റെ ഒരു കോൺഫിഡൻസ്, ഞാൻ കൊടുക്കുന്നത് അത്രയും വാല്യുബിൾ ആയിട്ടും അത്രയും റിസൾട്ട് ഓറിയൻ്റ് ആയിട്ട് കൊടുക്കുന്നു എന്നുള്ള വിശ്വാസവും എനിക്കുണ്ട്. കാരണം നമ്മളെ ഇങ്ങനെ ഫ്രീ ക്ലാസ് ആവട്ടെ, പെയ്ഡ് ക്ലാസ് ആവട്ടെ, അവരെ സ്റ്റോറീസ്, അവരെ ഓരോ ദിവസവും അവർ ഷെയർ ചെയ്യുന്ന സ്റ്റോറീസ് എല്ലാം തന്നെ നമുക്ക് അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അന്നേരം അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതി വെക്കേണ്ട കാര്യങ്ങളിൽ നിങ്ങളെ സ്കില്ലുകൾ നിങ്ങൾ വാല്യൂ ആയിട്ട് എങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തമാക്കുന്ന എന്താണ് കാര്യം നിങ്ങൾ എഴുതി വെക്കുക. അത് ഇപ്പോൾ എഴുതി വെക്കണം, നിങ്ങൾ ചിന്തിച്ച് എഴുതി വെക്കുക. അന്നേരം ഞാനിവിടെ പറഞ്ഞ എന്താണ്, കടങ്ങളിൽ നിന്ന് നിങ്ങൾ സമ്പന്നതയിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളെ പ്രോബ്ലം എന്താണ് നിങ്ങൾ മനസ്സിലാക്കി, അതിനുശേഷം ആ പ്രോബ്ലത്തെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന്, പിന്നെ നിങ്ങളെ കഴിവുകൾ എഴുതി വെച്ചു, കഴിവുകളിൽ നിന്ന് എങ്ങനെ പണമാക്കാം, കഴിവുകൾ അതിനെങ്ങനെ ജോലിയാക്കാം, ജോലിയിൽ നിന്ന് എങ്ങനെ പ്രൊഫഷനാക്കാം. ഈ 3 ഘട്ടങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരും. ഓക്കെ, ഇതാണ് ഞാൻ ചെയ്യേണ്ടത്, ഇതിലൂടെ എനിക്ക് പണം ഉണ്ടാക്കാം എന്നുള്ളത്. ഇനി ഇത് എഴുതി വെച്ചത് കൊണ്ട് കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ദിവസവും ചെയ്യേണ്ട ചെറിയ ചെറിയ ലിസ്റ്റുകൾ, ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. അത് ഇപ്പോൾ എഴുതി വെക്കേണ്ട, ഇനി നാളെ മുതൽ നിങ്ങൾ ഓരോ ചെറിയ സിംഗിൾ സ്റ്റെപ്പ്, ജപ്പാനിലുള്ള ഒരു മെത്തേഡ് ഉണ്ട്, അതിൻ്റെ പേര് മറന്നുപോയി, ഓരോരോ ദിവസവും സിംഗിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള മാത്രമാണുള്ളൂ. അന്നേരം അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞ ഈ 4 പോയിന്റ്സ് നിങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങളത് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പറഞ്ഞ ഇപ്പം നമ്മളെ യൂട്യൂബ് ചാനൽ ഇട്ട വീഡിയോ ആണ്, അതിനെ കുറച്ച് ഇങ്ങനെ ഒന്ന് നീട്ടി വലിച്ചിട്ടുള്ള പറയുകയാണ്. അന്നേരം നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കി, നിങ്ങൾക്ക് കടം വരെയുള്ള കാരണങ്ങൾ എന്താണെന്ന്,
അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ജോലി ചെയ്തു, ബിസിനസ് ചെയ്തു, ഇതിൻ്റെ പണം സമ്പാദിച്ചു. അടുത്ത ദിവസം നിങ്ങൾ എന്ത് ചെയ്തു? ഈ പണം എന്ത് ചെയ്തു? ഏതെങ്കിലും രീതിയിൽ മിസ്സായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ചെയ്തു, പണം നഷ്ടപ്പെട്ടു. വീണ്ടും നിങ്ങളിൽ മണി ബ്ലോക്ക് ഉണ്ടാവും. ഇതേ രീതിയിലൊരു പാറ്റേൺ പോവാതെ അല്ലെങ്കിൽ ഒരു സർക്കിളിലേക്ക് പോവാതെ നിങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് പുതിയൊരു സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സർക്കിളിലേക്ക് നിങ്ങൾ പെടുകയാണ്, അല്ലെങ്കിൽ അതിലേക്ക് എത്തിച്ചേരുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അന്നേരം ഈ ക്ലാസ് ഇത്രയാണ്. ഇനിയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഇപ്പോൾ നമ്മളെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന വ്യക്തികളുടെ സ്റ്റോറീസ്, നിങ്ങൾക്ക് ആരെങ്കിലും സക്സസ് സ്റ്റോറീസ് ഉണ്ട് ഷെയർ ചെയ്യാം, നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അങ്ങനെ എന്തും ചോദിക്കാം. ഇനിയുള്ള കാര്യം ഏകദേശം ഇന്നത്തെ ക്ലാസ് അവസാനിക്കാൻ പോവുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ഓക്കെ നിങ്ങളെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇന്ന പ്രോബ്ലം ഉണ്ട് എന്നുള്ളത്? സാർ എൻ്റെ പേര് ഉമ്മ എന്നാണ്. എനിക്ക് സാറായിട്ടൊന്ന് സംസാരിക്കാനായിട്ട് എങ്ങനെയാ പറ്റുക? ഓക്കെ, പേഴ്സണൽ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ ഞാൻ അതിൻ്റെ ടൈം തരാം. ഓക്കെ ഓക്കെ താങ്ക് യു. ഓക്കെ, അന്നേരം നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇപ്പോൾ ഫ്രീ ക്ലാസ്സിൽ നൽകുന്ന മെഡിറ്റേഷൻ ആവട്ടെ, ടാസ്കുകളാവട്ടെ, അത് കൃത്യമായ രീതിയിൽ ചെയ്യാം. നമ്മൾ മറ്റ് ഫ്രീ ക്ലാസ്സുകളിൽ നിങ്ങൾ പങ്കെടുക്കുന്ന ഇത്രയും വാല്യൂ ആഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻ ആവട്ടെ, ടാസ്കുകളാവട്ടെ നിങ്ങൾക്ക് ഒരിക്കൽ തന്നെ ലഭിക്കില്ല. നമ്മൾ കൊടുക്കുന്ന മെഡിറ്റേഷനും അതോടൊപ്പം തന്നെ ഓരോ ടാസ്കുകളും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. ആ റിസൾട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ അടുത്ത മാസം തന്നെ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടില്ല, ഇപ്പം നമ്മൾ നൽകിയ ഏകദേശം ഒരു എന്ന് തുടങ്ങാൻ ഞാനത് അറിയിക്കാം, നമ്മളെ ഗ്രൂപ്പിൽ തന്നെ അറിയിക്കുന്നതായിരിക്കും. അത് ഈവൻ പെയ്ഡ് ക്ലാസ്സിൽ എന്ന് വെച്ചാൽ ഈ ഫ്രീ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്, പെയ്ഡ് ക്ലാസ്സിൽ നമ്മൾ പ്രസൻറ്റേഷൻ ആണ്, എന്ത് തന്നെയാണോ അത് അത്രയും വാല്യൂ ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൽകുന്ന ഓരോ ടാസ്കുകളും കൃത്യമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഇയർഫോൺ ഉപയോഗിച്ച് മാത്രം മെഡിറ്റേഷൻ ചെയ്യുക. നമ്മൾ നൽകുന്ന മൂന്ന് മെഡിറ്റേഷൻ ആവട്ടെ, ബൈനറി ബീഡ്സ് ആവട്ടെ, എല്ലാം തന്നെ ജസ്റ്റ് വെറുതെ കേൾക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇയർഫോൺ ഉപയോഗിച്ച് കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മെഡിറ്റേഷനിലും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസിയുള്ള ബൈനറി മ്യൂസിക്കാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ബൈനറി മ്യൂസിക് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഇങ്ങനെ ഇയർഫോണോ ഹെഡ്ഫോണോ, ഏറ്റവും നല്ലത് ഹെഡ്ഫോണാണ്. ഇൻ കേസ് അത് പറ്റിയില്ലെങ്കിൽ ഇയർഫോണെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾ കേൾക്കുക. നിങ്ങളെ മൈൻഡ് റീപ്രോഗ്രാം ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ എൻ്റെ ക്ലാസ്സുകളിലെല്ലാം തന്നെ ഇപ്പം ചക്ര മാനിഫെസ്റ്റേഷൻ ക്ലാസ് ആവട്ടെ, ഓരോ ചക്രങ്ങൾക്ക് 2 മെഡിറ്റേഷൻ വെച്ചിട്ടാണ് നമ്മൾ നൽകുന്നത്. കാരണം എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ കുറേ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്കൊരു ചേഞ്ച് വരാത്തത് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഉപബോധം അനുസരിച്ച് എനിക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കറിയാം ഇതാണ് ശരി അല്ലെങ്കിൽ ഇതാണ് ചെയ്യേണ്ടതെന്നില്ല, പക്ഷെ അത് ചെയ്യാൻ നോക്കുന്ന സമയത്ത് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല, എനിക്കൊരു മോട്ടിവേഷൻ ഇല്ല. ഞാൻ എന്ത് ചെയ്തു? മെഡിറ്റേഷൻ കറക്റ്റായിട്ട് ഞാൻ തന്നെ മെഡിറ്റേഷൻ ഡിസൈൻ ചെയ്തു, മ്യൂസിക് വെച്ചിട്ട്. അതോടൊപ്പം തന്നെ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഇന്നെന്നാ ബൈനറി മ്യൂസിക് വേണമെന്ന് പറഞ്ഞ് അവൻ തന്നു. ആ കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്തിട്ട് മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ നമ്മൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക്, ഇപ്പം നമ്മൾ റിലേഷൻഷിപ്പ് മാസ്റ്ററി ആവട്ടെ, ഏകദേശം 12 മെഡിറ്റേഷൻസ് ആണ് നമ്മൾ നൽകുന്നത്. ഇങ്ങനെ റിലേഷൻഷിപ്പ് വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ, ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ, അങ്ങനെയുള്ള കുറേ മെഡിറ്റേഷൻ നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ആ മെഡിറ്റേഷൻസ് എല്ലാം ചെയ്യുകയാണെങ്കിൽ ഈവൻ ആ മെഡിറ്റേഷൻസ് ആണ് നിങ്ങളെ സബ്കോൺഷ്യസിനെ നിങ്ങളെ റീപ്രോഗ്രാം ചെയ്യാൻ സഹായിക്കുന്നത്. അത് നിങ്ങൾ ഇയർഫോൺ വെച്ച് കേൾക്കുക, ഡെയിലി 2 നേരം വെച്ച് കേൾക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. ഇതെല്ലാം നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. ഇനി എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാം. വാട്സപ്പിൽ ടെക്സ്റ്റായിട്ട് വോയിസ് ആയിട്ട് അയക്കാതെ ടെക്സ്റ്റായിട്ട് അയക്കാം കേട്ടോ. ഓക്കെ, അതായത് ഇന്നത്തെ ക്ലാസ് ഇതെല്ലാം പറഞ്ഞു. താങ്ക് യു സർ. ചെയ്യുമ്പോഴേ ചോദിച്ചോളൂ. നമ്മൾ രാവിലെ മോർണിംഗ് ഒരു 3-4 മെഡിറ്റേഷൻ ഉണ്ടാവുമല്ലോ, അത് പക്ഷെ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഓരോന്ന് കട്ട് ചെയ്ത് ആദ്യത്തെ ഒരു 2 minutes ഗ്യാപ്പ് കൊടുക്കുക. ഓക്കെ ഗ്യാപ്പ് ചെയ്ത് വേണം ചെയ്യാൻ. 2 to 5 minutes ഗ്യാപ്പ് ഒന്ന് ചെയ്ത്, ഞാൻ പറഞ്ഞില്ലേ, ആ മെഡിറ്റേഷൻ ചെയ്തിട്ട് ആ എക്സ്പീരിയൻസിലേക്ക് നിങ്ങൾ കടന്നു പോകണം. ഇപ്പം നമ്മൾ ഇന്ന് നൽകിയ ഗൈഡഡ് മെഡിറ്റേഷനിൽ എന്താണ് ആ ഒരു ഫീലിംഗ് നിങ്ങളെ മനസ്സിൽ കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങളെ ബോഡിയിൽ കൊടുക്കണം. ചിരിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറയുന്നില്ലേ, നിങ്ങളെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് എപ്പോഴാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ മാത്രമേ മാനിഫെസ്റ്റേഷൻ സംഭവിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു സർ.
ഓക്കെ, താങ്ക് യു സോ മച്ച്. അന്നേരം ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുത്ത ഓരോ വ്യക്തിയോടും നന്ദി പറയണം. പിന്നെ കുറേ പേര് പെയ്ഡ് ക്ലാസ് എപ്പോൾ തുടങ്ങാമെന്ന് വാട്സപ്പിലെല്ലാം ചോദിക്കുന്നു. നമ്മളെല്ലാം തന്നെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. ലോ ഓഫ് അട്രാക്ഷൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ 30 ദിവസത്തെ ക്ലാസ്, അത് ഒരു 30 ദിവസമല്ല, മറിച്ച് ഓരോ ഇങ്ങനെ എല്ലാ മാസം കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതായത് സബ്സ്ക്രിപ്ഷൻ മോഡലിൽ ഒരു ഇതുപോലെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അതെല്ലാം തന്നെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരോടും വീണ്ടും നന്ദി പറയാം. നിങ്ങളെ ഓരോ സക്സസ് സ്റ്റോറീസും നമ്മുടെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ എനിക്കോ അയച്ചു തരാം. അതെല്ലാം തന്നെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. ആ ഒരു സക്സസ് സ്റ്റോറീസാണ് മറ്റുള്ളവർക്ക്, ഇപ്പം ഗ്രൂപ്പിലുള്ള എല്ലാവരും ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സമയത്ത് ഒരു മോട്ടിവേഷൻ വരിക എങ്ങനെയാണ്, നിങ്ങളൊരു സ്റ്റോറി കേൾക്കുന്ന സമയത്ത് അയ്യോ ഈ വ്യക്തിക്ക് അത് നടന്നില്ല, അന്നേരം ഈ ക്ലാസ്സിൽ പങ്കെടുക്കുക, നിങ്ങൾ റിസൾട്ട് കിട്ടും. അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. സക്സസ് സ്റ്റോറീസിൻ്റെ ഷെയർ ചെയ്തോളൂ. നമ്മുടെ ഗ്രൂപ്പിലെല്ലാം തന്നെ പങ്കുവെക്കുന്നതാണ്. കുറേ സക്സസ് സ്റ്റോറീസ് പെൻഡിങ് ഉണ്ട്, അതെല്ലാം തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങളെ സുഹൃത്തുക്കൾക്കെല്ലാം തന്നെ നമ്മുടെ സൗജന്യ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. നിങ്ങളെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും, റിലേറ്റീവ്സ് ഉണ്ടാവും. അവർക്ക് പണം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ഫ്രീ ക്ലാസ് ഉണ്ട്, അതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കും. നിങ്ങൾക്ക് തന്നെ ഒരു റിസൾട്ട് ഉണ്ടാകുന്ന രീതിയിലേക്ക് വരും. നേരം താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാവർക്കും ശുഭ രാത്രി. ഇവിടെ ഞാനും ചിന്തിച്ചിരുന്നു, കാരണം ഇവിടെയും മഴയായിരുന്നു, നെറ്റ് കട്ടാകുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ.